ഇവിടെ വന്നിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ വായിക്കാം. ചോദ്യകർത്താവിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. രക്ഷിക്കപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവർ സൂക്ഷ്മമായി ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അനേകർ ഈ ചോദ്യം എന്നോട് ചോദിക്കാറുമുണ്ട്. ഇതിന് പല ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ ചോദ്യത്തിന് മറുപടി പറയാം. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഞാനൊന്ന് പറയട്ടെ. അതായത് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് നിർബന്ധം കൊണ്ടല്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ വിചാരം ദൈവത്തിന് ഏതാണ്ട് എന്താ പറയുന്നത് നിർബന്ധം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന് ഏതാണ്ട് നിർബന്ധം ഉള്ളതുകൊണ്ട് നമ്മൾ വേദോത്സവം വായിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറി ഈ വേദോത്സവത്തെ നമ്മൾ രുചിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അതാണ് അതിൻ്റെ വാസ്തവം. തേനിലും മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവവചനം ഒരു കാലത്തും അത് മടുത്തു പോകത്തില്ല. നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചെറുപ്പത്തിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. വീട്ടിൽ എന്താ പറയുന്നത്, വീട്ടിൽ തല്ല് കിട്ടുന്നിടം വരെ രാത്രി ക്രിക്കറ്റ് കളിക്കും. പക്ഷേ ഇന്ന് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടോ? അത് കഴിഞ്ഞും കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ക്രിക്കറ്റിൻ്റെ വാർത്തകൾ അല്ലേ ചെയ്യുന്നവരിപ്പോഴും കാണും. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കുറയല്ലേ. എല്ലാവർക്കും ഒരു ഹോബിയുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ പല ഹോബികൾ ഞാൻ കൊണ്ട് നടന്നിട്ടുള്ള എക്സ്പെൻസീവ് ഹോബികളുണ്ട്. ക്യാമറയിൽ തൂക്കി പിടിച്ചുകൊണ്ട് കാട്ടിക്കൂടെ എല്ലാം നടക്കുന്ന എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഫോട്ടോഗ്രാഫി അതിനൊക്കെ ഒത്തിരി വിലയേറിയ ക്യാമറകളും ഒക്കെ കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പോഴും ഫേസ്ബുക്കിൽ ഒത്തിരി ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സർട്ടൻ ലെവൽ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു മടുപ്പ് തോന്നും. അതാണ് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ മടുക്കും. അതേസമയം ഞാൻ പറയട്ടെ, 13 വർഷം 2012 ബൈബിൾ വായന തുടങ്ങിയത്. ഒരിക്കലും ഇത് വായിച്ചു മടുക്കുകയില്ല. ഞാൻ പറയുന്ന ആശയം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം, നമ്മൾ തകഴിയുടെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്തോ രസമാണ്. ഈ തകഴിയുടെ ശരീരം നിർമ്മിച്ചവനും തകഴിക്ക് ഈ ബുദ്ധി കൊടുത്തവനും തകഴിക്ക് ഈ ആശയങ്ങളും അവൻ്റെ തലച്ചോറിൽ കൊടുത്ത ദൈവത്തിനൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ എന്തോരം ആശയമായിരിക്കും അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യായുസ്സിൽ ഇത് പഠിച്ചു തീർക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ മാധുര്യം ഒരിക്കൽ നുണഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴ്ത്തു വെക്കാൻ സാധിക്കുകയില്ല. ആ രീതിയിലാണ് നമ്മളിതിനെ പഠിക്കേണ്ടത്. അല്ലാതെ എനിക്ക് എങ്ങനെയും ഒരു 210 മാർക്ക് പഠിച്ചു പാസ്സാകണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് നമ്മളതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സൂക്ഷ്മമായിട്ട് പഠിക്കും. നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു എന്ന് വചനം പറയുന്നത് എങ്ങനെയാണ്? ഈ വചനത്തിൽ കൂടെ നമ്മൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുക. ആ മാധുര്യം നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ടിലോട്ട് വരികയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവർ എന്ന് പറയുന്നു. ഇത് എത്രയധികം നമ്മൾ വായിക്കുന്നോ അത്രയധികം നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ആക്ച്വലി രക്ഷിക്കപ്പെട്ട് വരുന്നു എന്ന് ചിന്തിച്ചതാണ്, അല്ലാതെ നമ്മൾ ആക്ച്വലി രക്ഷിക്കപ്പെട്ടവരല്ല. ഞാൻ പറയട്ടെ, ഇവിടെ ഈ കോഴഞ്ചേരി അടുത്തെവിടെയാണ് ഞാൻ ഒരു പാസ്റ്ററുടെ കൈകീഴെ സ്നാനപ്പെട്ടത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഞാൻ ചിന്തിച്ച്. ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലായിരുന്നു. കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായിരിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്ന രക്ഷയാണ് നമ്മൾ രക്ഷയായിട്ട് ഇത് ചെയ്യുന്നത്. അതായത് ഒരു സഭ എന്തെങ്കിലും ഒരു എന്താ പറയുക മാരാമൺ കൺവെൻഷൻ പോലൊരു കൺവെൻഷനിൽ പോയി തട്ടുകബറക്കൻ പ്രസംഗം കേട്ടു, യേശുക്രിസ്തുവിൻ്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അത് ന്യായമായിട്ടും നമുക്കൊരു സ്വല്പം ഒരു അനുസാന്ദ്രവും അനുതാപവും ഒക്കെ വരും. ഈ കാത്തലിക്സിൻ്റെ ഈ ധ്യാനം കൂടാനൊക്കെ പോയി കഴിയുമ്പോഴേ എത്ര എന്താ പറയുക കഠിന ഹൃദയനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു മനസ്താപമൊക്കെ 2-3 ദിവസത്തേക്കെങ്കിലും വരികയല്ലേ. അവിടെ ചെല്ലുമ്പോൾ കരഞ്ഞിട്ടില്ലേ നമ്മൾ? പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരാഴ്ച കഴിയുമ്പോൾ ഈ ബാറ്ററി അങ്ങ് ഡിസ്ചാർജ് ആയി പോകത്തില്ലേ എന്ന് പറഞ്ഞതുപോലല്ല. അതല്ല ക്രിസ്തു, അതല്ല വാസ്തവമായ രക്ഷ. പലപ്പോഴും രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ അവർ വിശ്വസിക്കുന്നത് ഇങ്ങനൊരു മീറ്റിങ്ങിൽ പോയി അവിടെ രക്ഷിക്കപ്പെട്ടവർ മുന്നോട്ട് വരാൻ പറഞ്ഞു, അവർ സ്നാനപ്പെട്ടു, അതാണ് രക്ഷയെന്നാണ് പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. അതല്ല വാസ്തവമായ രക്ഷയെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ദൈവവചനം അതിൻ്റെ ആ ടോട്ടാലിറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പൂർണ്ണമായ രക്ഷ എന്താണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാകും, അപ്പോൾ ഇത്രയും കാലം ഈ രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം തെറ്റിപ്പോയോ എന്നുള്ള സംശയം. ഞാനിതിന് ഇന്നലെയും മറുപടി പറഞ്ഞു. ദൈവത്തിന് എല്ലാ കാലഘട്ടത്തിലും വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും ലഭിച്ച ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം,
നമ്മുടെ കൊച്ചു കേരളത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 60കളിലോ അല്ലെങ്കിൽ 70കളിലോ ഒക്കെ പെൻറ്റക്കോസ്റ്റൽ ചർച്ച് വന്നു കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു കണ്ടംപററി അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമോദിസ അല്ലെങ്കിൽ ശിശു സ്നാനം എന്നുള്ളതായിരുന്നു. അന്ന് അവർക്ക് ലഭിച്ച ഒരു അറിവ് എന്താണ്? ഇല്ല, പരിജ്ഞാനം പ്രാപിച്ചതിന് ശേഷമുള്ള സ്നാനമാണ് ജലസ്നാനം. അപ്പോൾ അന്ന് ലഭിച്ച അറിവിനെ അവരെങ്ങനെ അറിവിനോട് അവർ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് ദൈവം നോക്കാൻ സാധ്യത. ഉദാഹരണം, യേശുക്രിസ്തുവിൻ്റെ സമയത്തും അല്ലെങ്കിൽ പഴയ നിയമത്തിലൊക്കെ നോക്കിയോ, യഹോവ എന്ന പേരിൽ അബ്രഹാമിന് വെളിപ്പെട്ടിരുന്നെങ്കിലല്ലേ പറയുന്നത്. അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രോഗ്രസീവ് റിവലേഷനാണ്. അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയുന്നത് നമ്മളെല്ലാം വിശ്വസിക്കുന്ന പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുന്ന സാധനം അത് ബൈബിളിലുള്ളതാണ്. പക്ഷേ 17-18 നൂറ്റാണ്ടുകളിലാണ് ഇത് വെളിപ്പെട്ട് വന്നത്. എന്ന് പറഞ്ഞതുപോലെ 1950കളിലോ 60കളിലോ കേരളത്തിൽ ജീവിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തി, പക്ഷെ അദ്ദേഹത്തിന് ഡിസ്പെൻസേഷൻ മനസ്സിലായില്ല എന്നുകൊണ്ട് ദൈവം പിടിച്ച് അദ്ദേഹത്തിന് നരകത്തിൽ ഇടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കും, അല്ലേ? അപ്പം നമ്മൾ ലഭിച്ച ആ അറിവിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് ദൈവം, നീതിമാനായ ദൈവം അതാണ് നോക്കുന്നത്. ഓക്കെ, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളക്കരയിൽ ഇപ്പോൾ ഇത് വന്നിരിക്കുന്നു. അതേസമയം ഇന്നലെ ഇവിടെ സംസാരിച്ചപ്പോൾ അമേരിക്കയിൽ ഇത് കോമൺ ആണ്. ഒത്തിരി ചർച്ചകളുണ്ട് ജനത്തെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആ 2 തീമോത്തി 2:15 അതിനെ വിഭാഗിച്ച് പഠിക്കണമെന്നല്ല നമ്മുടെ കോമൺലി എഴുതിയിരിക്കുന്ന ബൈബിളിൽ അതൊരു ഒരു ചെറിയ ഹിൻഡ്രൻസ് ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇത് കടന്നു വരാൻ സമയമെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ പറയുന്ന സുവിശേഷം എത്രയോ വ്യക്തമായിട്ട് നമ്മൾ എത്രയോ പേരോട് പറഞ്ഞു. അനേകർ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ എൻ്റെ യൂട്യൂബിലുള്ള ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരാശരി 50,000-60,000 വീഡിയോകൾ ആൾക്കാർ കാണുമായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഈ ഡിസ്പെൻസേഷനിലോട്ട് വന്ന് പതുക്കെ ഇത് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ വ്യൂവർഷിപ്പ് കുറയാൻ തുടങ്ങി. അത് നമുക്കറിയാം. യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ കഠിന ഉപദേശം വരുമ്പോൾ ആൾക്കാർ വിട്ടേച്ചു പോകുന്നത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ്, ഉപദേശം കടുക്കും തോറും നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് അകലേണ്ടി വരും. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്ന് അകലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവം തീർച്ചയായിട്ടും നോക്കും. അവൻ അതിനൊരു വില കൊടുക്കുന്നുണ്ടോ, ദൈവത്തിൽ നിന്നാണ് ഈ വചനം വന്നത് എന്ന് മനസ്സിലാക്കി ഒരു വില കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവം തീർച്ചയായിട്ടും നോക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് അനേകർ ജലസ്നാനമൊക്കെ എടുത്തവരുണ്ട്. അവരെയൊക്കെ ദൈവം അവർക്ക് ലഭിച്ച വെളിപ്പാടുകൾ വെച്ച് തന്നെ ന്യായം വിധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് കേരളക്കരയിൽ പ്രത്യേകിച്ച് ബ്രദറൻ പെന്റിക്കോസ്റ്റൽ ചർച്ചുകളിലൊന്നും ബൈബിൾ സ്റ്റഡി ഇല്ല. ഇന്ന് ബൈബിൾ സ്റ്റഡി ആക്ച്വലി നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവകാശപ്പെടാം, ബൈബിൾ സ്റ്റഡി പ്യുവർലി നടത്തുന്നത് ഇന്ന് വചനത്തെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുന്നവരാണ്. ആദ്യകാലം മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന പലരും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നീ പറയുന്ന കാര്യമൊക്കെ തരിക, എന്നാലും നീ തെറ്റിപ്പോയെന്ന് പറയും. കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരമ്പര്യത്തിൽ മാറി നടക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. രക്ഷിക്കപ്പെട്ട ജീവപുസ്തകത്തിൽ പേരുള്ളവർ സൂക്ഷ്മമായി ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ പറയും, തേനിനേക്കാളും മധുരമുള്ള വചനമായതുകൊണ്ട് ഇതൊരിക്കലും താഴ്ത്തി വെക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പഠിക്കുന്നവരാണ് ആക്ച്വലി പൗലോസിനെ പോലെ പ്രയോജനപ്പെടുന്നത്. അല്ലാതെ 210 മാർക്ക് മേടിച്ച് പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഇത് അസോസിയേറ്റഡ് ആയിട്ട് ഇത് ഒന്നിച്ചു പോകുന്നൊരു ചോദ്യമാണ്. ജലസ്നാനം എടുത്തവർ എന്ത് ചെയ്യും? ഇപ്പം ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തോമസ് ബ്രദർ പറഞ്ഞു 2 സ്നാനം എടുത്തതാണ്, തോമസ് സഭയിൽ സ്നാനം എടുത്തതാണ്. പക്ഷേ അത് ദൈവം കണക്കിടുന്നില്ല. ഞാനും അതുപോലെ തന്നെ മാമോദിസായം ഏറ്റതാണ്, ജലസ്നാനം എടുത്താണ്. നമ്മുടെ ഒരു പാരമ്പര്യമൊന്നേ ഉള്ളൂ. ഇത്രയും നാളും എടുത്തവരെടുക്കട്ടെ, ഫൈൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള സ്നാനമാണ് സ്നാനമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, അതായത് വീണ്ടും ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനമാകുന്ന ഈ ശിശുവിൻ്റെ പ്രത്യേകത എന്താ? അവൻ പുറത്ത് വരുമ്പോൾ, അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവൻ കരയും, അല്ലേ? കരഞ്ഞില്ലെങ്കിൽ ഡോക്ടർ തട്ടം കൊടുത്ത് അവനെ കരയിക്കും. ആ കരച്ചിലൊക്കെ അടക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് കൊടുക്കും. അത് അമ്മയായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ വിശപ്പൊക്കെ മാറി കഴിയുമ്പോൾ അവൻ കരച്ചിലൊക്കെ അടച്ചിച്ചിരാനും കരയും. പക്ഷെ ഒത്തിരി നേരം മിണ്ടാതിരിക്കുമോ? ഇല്ല.
ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അണ്ണാക്ക് വെച്ച് കരയും അല്ലേ? അപ്പോൾ ഈ കരയുന്നത് എന്താ കാണിക്കുന്നത്? അവന് ജീവനുണ്ടല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഇത്. അതായത് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദൈവവചനമാകുന്ന മായമില്ലാത്ത പാലിനുള്ള വാഞ്ചയുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ എന്താ പറയുന്നത്, സ്വല്പം പിന്നാക്കമൊക്കെ പോകാം. പക്ഷേ കറങ്ങി തിരിഞ്ഞ് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അധ്യാപകനാണ് ജോൺ പി തോമസ് സാർ എന്ന് പറയുന്ന ബ്രദറുകാരനാണ്. അദ്ദേഹം പറയുന്നൊരു ഉദാഹരണമുണ്ട്. ആട് ഒരു പക്ഷേ എന്താ പറയുക കളിച്ചുമൊക്കെ പോയാലും ചെളിക്കകത്ത് ചില സമയത്തൊന്ന് ഇറങ്ങിയച്ചൊക്കെ വരും. പക്ഷെ അവൻ എപ്പോഴും ചെളിക്കകത്ത് കറങ്ങാൻ അവൻ ഇൻട്രസ്റ്റ് കാണില്ല. അവൻ വന്ന് ക്ലീൻ ചെയ്യും, പന്നിയെ പോലല്ലെന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവവചനമാകുന്ന ആ വെള്ളത്താൽ നമ്മൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ദൈവവചനം ഒരിക്കൽ വായിച്ചു തുടങ്ങി അതിനൊരു കണ്ടിന്യൂഷൻ നമ്മുടെ ജീവിതചര്യയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് താഴ്ത്തി വെക്കാൻ സാധിക്കില്ല. ഈ അനുഭവമുള്ള അനേകരെ എനിക്കറിയാം. അവരാരും ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചതൊന്നുമല്ല. ഈ പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് അനേക യൗവനക്കാർ എൻ്റെ വീഡിയോകൾ കണ്ടേച്ച് അവർ എന്നെ വിളിക്കുമായിരുന്നു. അവർ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ബൈബിൾ പഠിച്ചിട്ടോ അവർ കണ്ടിട്ടില്ല. പക്ഷേ അധികാലത്ത് എഴുന്നേക്ക് കൊറോണ അനേകരെ 2 വശങ്ങളിലേക്ക് ഇരുത്തു. കൊറോണ മുഖേന അനേകരെ 11 മണി വരെ കിടന്നുറങ്ങാനും ഇടയായി. പക്ഷേ ചിലരെയെങ്കിലും ദൈവം ആ അവസരത്തിൽ തട്ടി വിളിച്ചവരുമുണ്ട്. നല്ല യൗവനക്കാർ തികഞ്ഞ യൗവനത്തിൽ, അതായത് ഈ അന്ന് ഉള്ള യൂട്യൂബും OTT പ്ലാറ്റ്ഫോമും എല്ലാം കാണാവുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ കണ്ടിട്ട് കുക്കിംഗ് ചാനൽ കണ്ടേച്ച് അവസാനം വന്ന് നമ്മുടെ ചാനലിൽ അബദ്ധത്തിൽ കയറിയവരുമുണ്ട്. ഇന്ന് വാസ്തവമായി രക്ഷിക്കപ്പെട്ട് വളരെ ഭംഗിയായിട്ട് ബൈബിൾ സ്റ്റഡി ചെയ്യുന്നവരുണ്ട്, അനേകം പേരുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതാണ്. നമ്മൾ ജലസ്നാനം എടുത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടേതായിട്ടൊരു പാരമ്പര്യത്തിൽ എടുത്തതേ ഉള്ളൂ. ദൈവവചനം തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഞാനിതാണ് മനസ്സിലാക്കുന്നത്. അതിന് ചോദിച്ചാൽ എപ്പോഴും ആ വിശപ്പ്, ദൈവവചനത്തിനോടുള്ള വിശപ്പ്, എന്തുമാത്രം നമ്മൾ ആഹാരം ഭക്ഷിക്കുന്നോ നമ്മുടെ ഉള്ളിൽ ദൈവവചനം തിക്കുന്നോ അത് നമുക്ക് പുറത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഹൃദയം നിറയുന്നത് വായ പ്രസ്താവിക്കുന്നു അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ ക്രിക്കറ്റ് ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഇദ്ദേഹം എനിക്ക് ക്രിക്കറ്റ് പ്രേമിയാണ്. ഈ യൗവനക്കാരെ കാണുമ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ കറങ്ങി തിരിച്ച് സിനിമയെക്കുറിച്ച്, മോഹൻലാലിനെ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കും. അപ്പം നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവവചനമാണ് തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തി മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ ഇത് ചെയ്യും. അപ്പോൾ ജലസ്നാനം എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പരിശുദ്ധാത്മ സ്നാനം വാസ്തവമായി നമുക്ക് ലഭിച്ചതാണെങ്കിൽ ഇതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് ദൈവവചനത്തോടുള്ള വാഞ്ച ഒരിക്കലും താത്തുവെക്കാൻ മേലാതെ ദൈവവചനം പഠിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്യഭാഷയെക്കുറിച്ച് വിശദമാക്കാം. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വീഡിയോകൾ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ അതിനകത്ത് പ്രവേശിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്യഭാഷ എന്ന് പറയുന്ന വിഷയം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ആക്ച്വലി അത്ര എളുപ്പമല്ല അത് മനസ്സിലാക്കാൻ. ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പറയുന്ന എനിക്ക് മനസ്സിലായ എല്ലാ വചനങ്ങളും ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത്, എൻ്റെ ഓർമ്മ ശരിയാണ് 2-3 പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചു. ഒന്നെടുക്കുമ്പോൾ ഒന്ന് താഴെ പോകും. ഒരിടത്ത് പറയുന്നു അന്യഭാഷ പറയുന്നതിനെ വിലക്കരുതെന്ന് പറയുന്നു, ഒരിടത്ത് പറയുന്ന അന്യഭാഷ നിന്ന് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിടികിട്ടും. ഇത് പഴയ നിയമത്തിൽ ഈ അന്യഭാഷ പറയുന്നുണ്ട്. അവൻ അന്യഭാഷയിൽ ഈ ജനത്തോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈ വചനത്തെ മുഴുവനും നിങ്ങൾ കോർത്തിണക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു ഫോർമുലയുണ്ട്. ബൈബിളിൽ ഒരു വചനത്തെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു മർമ്മമായിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ രീതിയിൽ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക. അന്യഭാഷയുടെ പർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് അന്യഭാഷ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വചനത്തെ എപ്പോഴും പഠിക്കേണ്ട ഒരു ഫോർമുല ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഇന്ന് ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അന്യഭാഷയുടെ ആവശ്യമെന്ന് പറയുന്നത് അത് ജാതികളിൽ പോവുകയോ അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ താമസിക്കുന്ന യഹൂദന്മാരോട് സുവിശേഷം പറയാൻ വേണ്ടി ദൈവം കൊടുത്തൊരു ടൂളാണ് അന്യഭാഷ എന്ന് പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തെ അന്യഭാഷ എന്ന് പറയുന്നത് പൂർണ്ണമായത് വരുന്നതിന് മുൻപേ അംശമായത് ആയിരുന്ന സമയത്ത് അന്യഭാഷയിലൂടെയാണ് ദൈവം, അല്ലെങ്കിൽ അന്യഭാഷയെ വേറെന്തായിരുന്നു, പ്രവചനത്തിൽ കൂടെയാണ് അന്ന് സഭയോട് അരുളി ചെയ്തിരുന്നത്. അന്നും അന്യഭാഷ ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനൊരു 6-7 ക്ലാസ്സുകളിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അന്യഭാഷ ഇന്ന് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രക്ഷിക്കപ്പെട്ടവർ രാജകീയ പുരോഹിത അല്ലേ? വിശദമാക്കാമോ? അല്ല, രക്ഷിക്കപ്പെട്ടവർ അതുക്കും മേലെയാണ്.
രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ ആൾക്കാരാണ്, യഹൂദന്മാരാണ്. നമ്മൾ സ്വർഗത്തിൽ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് വേണം നമുക്ക് പറയാം. എന്ന് ചോദിച്ചാൽ ഇത് മോശയ്ക്ക് ദൈവം കൊടുത്തതാണ്. ഈ പഴയ നിയമത്തിൽ കാണുന്ന സംഭവം എല്ലാം ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. വളരെ സരസമായ ഭാഷയല്ല, വളരെ കോമൺ ലാംഗ്വേജ് പറയാം. നമുക്ക് സ്വർഗമാണെങ്കിൽ ഇവർക്ക് കനാൻ ദേശം, നമുക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട സ്നാനമാണെങ്കിൽ ഇവർക്ക് തോട്ടിലെ വെള്ളത്തിലെ സ്നാനമാണ്. മനസ്സിലായി? ആ രീതിയിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. ഇത് മോശയോട് പറഞ്ഞതാണ്, ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ട വചനങ്ങളാവിത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും ഒരു പ്രത്യേക ജാതിയുമായിരിക്കുമെന്ന്. നമ്മളൊരു പ്രത്യേക ജാതിയാണോ? ആർ വി എ നേഷൻ? നോ. രാജകീയ പുരോഹിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലേവിയ പൗരോഹിത്യം 1000 ആണ്ടിൽ മുഴുവൻ പുരോഹിതന്മാരാണ്. ലേവിയപ്പാരെ പുരോഹിതന്മാരാകും. അവർക്ക് ദൈവം കൊടുക്കുന്ന സംഭവമാണ്. ആ കൊടുക്കുന്ന ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കി. യേശു ക്രിസ്തു അഖിലാണ്ട മണ്ഡലം ഒരുക്കിയ ദൈവത്തിൻ്റെ ശരീരം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിടക്കുന്ന ഈ രാജകീയ പുരോഹിത വർഗമൊക്കെ അവരെന്തോ ചെയ്യുന്നത്? അവർ ഈ പഴയ നിയമത്തിലെ ലേവ്യ പുരോഹിതന്മാരെന്തോ ചെയ്യുന്നത്? ഭാവി കാലത്ത് യേശു ക്രിസ്തു ഇവിടെ രാജാവായിട്ട് വാഴുമ്പോൾ അവൻ ഒരിക്കൽ ചെയ്ത കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, യേശു ക്രിസ്തുവിൻ്റെ ഈ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഈ യാഗങ്ങൾ നടക്കുന്നത്. നമ്മൾ യാഗവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ബാഹ്യമായിട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ഇതുമില്ല. അപ്പോൾ രാജകീയ പുരോഹിത വർഗമാണോ? അല്ല, ഒരിക്കലുമല്ല. സഭ എന്ന് ആരംഭിച്ചു എന്ന് പറയാമോ? ഞാൻ ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ തുടക്കത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ശൗൽ എന്നീ പ്രവാചകന്മാരും, ഓർത്തണം, ശൗൽ എന്ന പേരിൽ പൗലോസ് പ്രവാചകനായിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പൗലോസ് ഓൾറെഡി ശുശ്രൂഷയിലായിരുന്നു. പൗലോസ് ഓൾറെഡി പ്രവാചകനായിരുന്നു. അവിടെ നിന്ന് അടർത്തി മാറ്റുകയാണ് ബർന്നബാസിനെയും പൗലോസിനെയും. അവിടാണ് പൗലോസിനെ ദൈവം ആദ്യമായിട്ട് വേർതിരിക്കുന്നത്. ഇവിടെ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് അവിടെ നിന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് ആ സഭയിൽ വന്ന് 14-ാം അധ്യായത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതായത് അവിടെ ചെന്ന് അറിയിക്കുകയാണ്, ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 45 മുതൽ വായിക്കാം. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ജാതികൾക്ക് ദൈവം വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുക. ജാതികൾക്കുമായിട്ടാണ് പൗലോസിനെ വേർതിരിക്കുന്നത്. പൗലോസ് യഹൂദന്മാരെ കാണുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷമാണ് പറയുന്നത്. ഞാൻ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ ചെന്ന് പറയുന്നത് അവൻ തന്നെ ക്രിസ്തു എന്നുള്ള സുവിശേഷമാണ്. അതേസമയം ജാതികളുടെ ഇടയിൽ പറയുമ്പോൾ യേശുവിൻ്റെ ആ കംപ്ലീറ്റ് പിക്ചർ വരച്ചിടുകയും ക്രൂശിലുള്ള വീണ്ടെടുപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വൽപ്രവൃത്തി 13-ാം അധ്യായത്തിലാണ് സഭ തുടങ്ങുന്നത്. പിന്നീട് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നവർ ആരൊക്കെ? 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ടല്ലോ. അതായത് 1,44,000 പേര്, മലകളിലേക്ക് ഓടി പോകാൻ പറഞ്ഞ ആൾക്കാർ, അതുപോലെ ചിതറിപ്പോയിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവം തിരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ, ഇവരൊക്കെ 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. പിന്നെ അതുകൂടാതെ മാത്യു 25-ൽ യേശുക്രിസ്തു വലത്തും ഇടത്തും നിർത്തുന്ന ആൾക്കാരുണ്ടല്ലോ. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? യഹൂദന്മാർ ലോകത്തൊരിക്കൽ കൂടെ ചിതറിപ്പോകുമ്പോൾ, അത് ചിതറിപ്പോകുന്ന യശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ ഭാവി കാലത്തെ ചിതറിപ്പോക്ക് ചുറ്റുമുള്ള ജാതികളിലാണ് ചിതറിപ്പോകുന്നത്. പത്രോസിൽ നിന്നും, ഏലാമിൽ നിന്നും, കൂശിൽ നിന്നും, ഹമാത്തിൽ നിന്നും അവരെ വീണ്ടുകൊള്ളാൻ രണ്ടാമത്തെ പ്രാവശ്യം കൈ നീട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ് ചിതറിപ്പോകുന്നത്. ഓക്കെ, ആ ചിതറിപ്പോകുമ്പോൾ ചില ആൾക്കാർ ഈ ചിതറിപ്പോയവരെ സംരക്ഷിക്കും. അന്ന് സുവിശേഷത്താലല്ല രക്ഷയെന്ന് ഞാൻ പറഞ്ഞു. അതായത് കൃപയുടെ സുവിശേഷത്താലല്ല അന്ന് രക്ഷ. അന്ന് യേശു തന്നെ ദൈവമെന്ന് വിശ്വസിക്കുന്നതിലാണ് രക്ഷ. പക്ഷേ അന്ന് വേറൊരു രക്ഷാകര പദ്ധതിയും കൂടെ ദൈവം തുറന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇന്ന് അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ദൈവം ഇസ്രായേലുമായിട്ട് ഇടപെടുമ്പോൾ ഈ
തത്വം ആപ്ലിക്കബിളാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മോശയുടെ ഒക്കെ സമയത്ത് ആ സൂതകർമ്മിണികളെ ദൈവം അനുഗ്രഹിച്ചു. കാര്യം എന്നാ? അവർ ഇസ്രായേൽ മക്കളെ കൊല്ലാൻ രാജാവിൻ്റെ കൽപ്പന ഉണ്ടായിട്ടും കൊന്നില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് അനുഗ്രഹം കൊടുത്തു, മക്കളെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓർമ്മയെ വരുന്നത്, ഒറ്റുകാരെ സംരക്ഷിച്ച ഒരു വേശ്യാസ്ത്രീ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് അവർ ദൈവസഭയുടെ ഭാഗമായത്? ഇസ്രായേലിനെ ഒറ്റുകാരെ സംരക്ഷിച്ചത് കൊണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലൊരു രക്ഷാകര പദ്ധതിയുണ്ട്. അപ്പോൾ ജാതികൾക്ക് വന്നൊരു രക്ഷാകര പദ്ധതിയുണ്ട്. പക്ഷേ ആ രക്ഷാകര പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അന്ന് വല്ല സൗദി അറേബ്യയിലോ വല്ല നമ്മൾ പോയി താമസിക്കേണ്ടി വരും. അതിനൊന്നും തുനിയരുത്. അങ്ങനെ ഒരു രക്ഷാകര, അത് യേശുക്രിസ്തു അത് ഏറ്റു പറയുമ്പോൾ വലതുവശത്തോടുള്ളവരോട് ഞാൻ പറയും, ഇടതുവശത്തോടുള്ളവർ ഞാൻ ഇന്നത് പറയും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം പുണ്യപ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടാവുന്ന അല്ല. അതിൻ്റെ കോണ്ടെക്സ്റ്റ് പഴയ നിയമത്തിൽ പല ആവർത്തി പറയുന്നുണ്ട്. യേശുക്രിസ്തു ന്യായവിസ്താരത്തിനായിട്ട് യഹോശാഫാത്ത് താഴ്വരയിൽ ഇരിക്കുമ്പോൾ ജാതികളെ വിളിച്ചു കൂട്ടും. എന്താ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജാതികൾ യഹൂദനോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ ഞാൻ നിന്നോട് പെരുമാറും. ഓബദ്യാ പ്രവചനത്തിനോ മാലാഖി പ്രവചനത്തിനോ അതൊക്കെ ഒത്തിരി സ്ഥലത്തുണ്ട്. അപ്പോൾ സർപ്രൈസിംഗ് ആയിട്ട് കുറച്ച് പേര് അകത്ത് കയറും. അതിന് നമുക്ക് സമീപകാലത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഹിറ്റ്ലറിൻ്റെ സമയത്ത് ഹിറ്റ്ലറിൻ്റെ ഈ ക്രൂരതയിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ വിലയ്ക്ക് മേടിച്ചൊരു സ്റ്റോറി ഒരു പക്ഷേ നമ്മൾ ഓർക്കുന്നുണ്ട്. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, ഒരു 2000 മറ്റോ ഇറങ്ങിയത്. ആ ഷിൻഡ്ലർ എന്ന് പറയുന്ന ആ വ്യക്തി എന്താ ചെയ്തത്? ഈ കൊല്ലാൻ വേണ്ടി അവർ ഇവിടെ ഈ സംഖ്യയൊക്കെ ഇട്ട് കൊടുക്കും, യഹൂദന്മാർക്ക് ഇന്ന നമ്പരൊക്കെ ഇട്ട് കൊടുക്കും. അത് എല്ലാ കാലത്തും അവരുടെ ചരിത്രത്തിൽ അത് നടന്നിട്ടുള്ളതാണ്. യഹൂദന്മാരെ സെപ്പറേറ്റ് ചെയ്യും. ഓർമ്മയുണ്ടായിരിക്കും, 1971 ഒരു പ്ലെയിൻ അബ്ഡക്റ്റ് ചെയ്യുമ്പോൾ പാരീസിൽ നിന്ന് പ്ലെയിൻ കൊണ്ടുപോയിട്ട് ഉഗാണ്ടയിലോ മറ്റോ അത് ഇറക്കി വെച്ച്, നൈറോബിയോ അവിടെ ഇറക്കി വെച്ച് യഹൂദന്മാരുടെ പാസ്പോർട്ടുകൾ മേടിച്ച് അവരെ കൊല്ലാൻ വേണ്ടി മാറ്റി. ഓക്കെ, എനിക്ക് എപ്പോഴും അങ്ങനെ അറക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ അവർ ഞങ്ങളെ എണ്ണുന്നു. ഇന്നും അത് തന്നെയാണ്. അതായത് നിങ്ങൾ വെടിനിർത്തൽ ചെയ്തില്ല, ഇന്ന് ഞങ്ങൾ ഇന്നയാളെ കൊല്ലുമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഭാവി കാലത്ത് ഇതുപോലെ തന്നെയാണ്. അവർ മരണത്തിൻ്റെ താഴ്വരയിൽ ഇരിക്കുമ്പോൾ അവരെ ദൈവം അവിടുന്ന് രക്ഷിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചില ആൾക്കാർ മനസാക്ഷിയുള്ള ചുറ്റുമുള്ള ജാതികളിൽ നിന്ന്, നമുക്കറിയാം തെന്നിയും തരിച്ച് 1-2 മുസ്ലിംസൊക്കെ ഉണ്ട്, യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയോ വാട്ട് എവർ ഇറ്റ് ഈസ്, അവർക്ക് മനസാക്ഷി ഉള്ളത് കൊണ്ട് ദൈവം യഹൂദന്മാരോട് ചെയ്ത ആ നന്മ ഓർത്ത് ദൈവം അവരെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. അവരൊരു കാലത്ത് ഇങ്ങനൊരു സംഭവം ആലോചിച്ചതുപോലും ആയിരിക്കില്ല, പക്ഷേ അവർ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും എല്ലാം റെഡി ആയിട്ടിരിക്കുന്നവരും അത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. യേശുക്രിസ്തു പറയുന്നുണ്ട് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന്. അത് നമുക്കുണ്ടായിരിക്കാൻ ഇടയാകട്ടെ. അപ്പോൾ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ ഓർമ്മയിൽ ഈ 3 കൂട്ടരാണ്. 1,44,000 പേര്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത നിൽക്കുന്നത് കാണുമ്പോൾ യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടട്ടെ എന്ന് പറഞ്ഞ ഒരു കൂട്ടമുണ്ട്. അവർ എസെക്കിയേൽ പ്രവചനത്തിൽ കുറുപ്രാവ് എന്നൊക്കെയാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. 74 സങ്കീർത്തനം, ഒരു കുറുപ്രാവിൻ്റെ സങ്കീർത്തനമുണ്ട്. യഹോവേ നിൻ്റെ കുറുപ്രാവിനെ വിട്ടുകൊടുക്കരുതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. പിന്നെ ജാതികളിൽ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, ജാതികൾ ചെതറിപ്പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ അന്നത്തെ രക്ഷാകര പദ്ധതിയിൽ ഈ ജാതികളുമുണ്ട്. യഹൂദനെ ഹെൽപ്പ് ചെയ്ത ജാതികളും 1000 ആണ്ടിലേക്ക് പ്രവേശിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും സകല ജനതകളോടും സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്ന് പറഞ്ഞില്ല. അപ്പോൾ യേശു പഠിപ്പിച്ച സുവിശേഷം ജനതകൾക്കും ബാധകമല്ലേ? നമ്മൾ അത് പല സ്റ്റേജിൽ നമ്മളത് പറഞ്ഞതാണ്. വീണ്ടും അത് പറയുന്നതിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് ചോദിക്കുന്നില്ല. യേശുക്രിസ്തു സകല ജാതികളിലും ചെന്ന് സുവിശേഷം പറയുമ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയ രീതിയിലല്ല യഹൂദൻ മനസ്സിലാക്കുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, യേശുക്രിസ്തു ൻ്റെ മരണസമയത്ത് ഒരു മഹാപുരോഹിതൻ പ്രവചിക്കുന്നില്ലേ, ചിതറിപ്പോയവരെ ഒത്തുകൂട്ടാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്ന് അത് അറിയാതെ പ്രവചിക്കുന്നതായിട്ട് പറയുന്നില്ലേ. അതല്ലാതെ യേശുക്രിസ്തു ഇവൻ യവനന്മാരുടെ ഇടയിൽ പോയി താമസിക്കുമോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ചിതറിപ്പോകുന്ന 12 ഗോത്രങ്ങളിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ അവരുടെ കോണ്ടെക്സ്റ്റ്, യഹൂദിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അവർക്ക് ഈ ജാതികളിലോട്ട് ഈ സുവിശേഷം പോകണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ജാതികളൊക്കെ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല അവിടെ അവർ മനസ്സിലാക്കുന്നത്. അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ ജാതികളിലേക്ക് പോയി. ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇത് വെളിയിൽ ഡിസ്കഷൻ നടന്നു. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന തോമാസ് ലീഹ ഇവിടെ വന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അവിടെ പറയുകയും ചെയ്തു, തോമാസ് ലീഹ ഇവിടെ വന്നു 7.5 പള്ളി പണിതു. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഓർത്ത് ഈ അരപ്പള്ളിയുടെ കാര്യം എന്ന് ചോദിച്ചാൽ കാശ് തികഞ്ഞതാണ്, അരപ്പള്ളി പണിയായിരുന്നു. തോമാസ് ലീഹ ഇവിടെ വന്ന്
തോമാസ് ലീഗ അവിടുന്ന് പോരും പക്ഷേ പൗലോസിനെ ദൈവം വിളിച്ച് വേർപെടുത്തിയിട്ട് പോലും ഇല്ല. തോമാസ് ലീഗ അന്ന് ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വലിയ വാണിജ്യ കേന്ദ്രങ്ങളാണ്. കൊച്ചിയോ അല്ലെങ്കിൽ കൊച്ചി അന്നുണ്ടെന്ന് എനിക്കറിയില്ല, കൊടുങ്ങല്ലൂരോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലാം യഹൂദന്മാരുണ്ട്. യഹൂദന്മാർ അന്നും ബുദ്ധിമാന്മാരാണ്, എല്ലാ ബിസിനസ്സിനകത്തൊക്കെ അവർ പോകുന്നവരാണ്. അപ്പോൾ ഈ യഹൂദന്മാരെ തേടിയാണ് ഇവിടെ തോമാസ് ലീഗ വന്നിരിക്കുന്നത്. യഹൂദന്മാരോട് ചെന്ന് പറയുന്നതും ഈ യേശു എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന മശിഹ വന്നു എന്നുള്ള സുവിശേഷമാണ് പറയുന്നത്. നമ്മളിത് ഇവിടുന്ന് 2000 കൊല്ലം പുറകോട്ട് നോക്കുമ്പോൾ നമുക്കിതെല്ലാം ഒന്നായിട്ട് തോന്നുക. അങ്ങനല്ല സംഭവം. ഇപ്പോൾ യേശുക്രിസ്തു ഇവരോട് പറയുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം മാത്രമാണ് പറയുന്നത്. പൗലോസ് ലീഹായിൽ കൂടെ പൗലോസിനെ യേശുക്രിസ്തു വിളിച്ച് വേർപെടുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്. അതിനുശേഷം പൗലോസ് ഡേ 1 മുതൽ ഈ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്. പൗലോസിന്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10-30 കൊല്ലം കൊണ്ടാണ് ഈ കംപ്ലീറ്റ് സുവിശേഷം പൗലോസ് മനസ്സിലാക്കുന്നത്. കാരാഗ്രഹ ലേഖനത്തെ എല്ലാവരും വിളിക്കുന്ന ഒരു പേരുണ്ട്, ലേഖനങ്ങളുടെ രാജ്ഞി. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അതിനകത്താണ് ശരിയായിട്ടുള്ള ആ ഉപദേശം. മറ്റുള്ളിടത്തൊക്കെ ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ദൈവം പൗലോസിനോട് കൂടെ സംസാരിക്കുക. അപ്പം പൗലോസ് എവിടെ കിടക്കുന്നു, യേശുക്രിസ്തു ഈ സകല ജാതികളിലും പോയി സുവിശേഷം പറയാൻ പറഞ്ഞത് എവിടെ കിടക്കുന്നു, അത് ഒത്തിരി വ്യത്യാസമുണ്ട്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞത് ഏത് രാജ്യത്തിൻ്റെ കാര്യമാണ്? ഓക്കെ, പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു ഇനി 1000 ആണ്ട് ഭരിക്കുകയില്ല. കാരണം എന്താണ്? എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ, മൈ കിങ്ഡം ഈസ് നോട്ട് ഫ്രം ദിസ് വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എനിക്ക് രാജ്യമില്ലെന്നോ ഞാൻ രാജാവല്ലെന്നോ ഒന്നുമല്ല. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, അവൻ രാജാവായിട്ട് വരുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ എനിക്ക് രാജ്യമുണ്ട്, പക്ഷേ ഈ ലോകത്തെ രാജ്യമല്ല, സ്വർഗത്തിലെ രാജ്യമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം പോലത്തെ ഒരു രാജ്യമാണ് ഇവിടെ വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു വചനം മാത്രം എടുത്ത് നമുക്ക് ഉപദേശം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പിശാചിന് ഏറ്റവും കൂടുതൽ വിരോധമുള്ളത് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വരുന്നത് പിശാചിന് വിരോധമുള്ളതാണ്. പിശാച് എപ്പോഴും എന്താ ചെയ്യുന്നത്? വചനത്തെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി ഒരു സെൻറ്റൻസ് മാത്രം എടുത്ത് ഉപയോഗിക്കുകയാണ് പിശാചും പലപ്പോഴും ചെയ്യുന്നത്. യേശുക്രിസ്തു തന്നെ നമ്മളത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിനോട് പിശാച് പരീക്ഷിക്കുമ്പോൾ എന്താ ചോദിക്കുന്നത്? നിൻ്റെ കാല് കല്ലിന്മേൽ തട്ടാതെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്, എന്നാൽ പിന്നെ എടുത്ത് ചാടിക്കോളാൻ പറഞ്ഞു. യേശു സംഭവിച്ചോ? യേശു ചാടിയോ? സ്തോത്രം എന്ന് പറഞ്ഞ ചാടിയോ? ഇല്ല. അല്ല, എഴുതിയിട്ടുള്ള കാര്യമില്ല, ഇല്ല. ഇങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഉപദേശമാണ്, അതായത് ടോട്ടാലിറ്റി പഠിക്കുക. പൗലോസ് പറയുന്നുണ്ട്, ഐ ഹാവ് നെവർ റീസ്ട്രെയിൻ ഫ്രം ടീച്ചിങ് യു ദ ഹോൾ കൗൺസിൽ ഓഫ് വേർഡ് ഓഫ് ഗോഡ്. പൗലോസാണ് ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും എൻഡ് ടു എൻഡ് മനസ്സിലാക്കിയ ഒരു വ്യക്തി. ഈ പ്രവാചകന്മാരൊക്കെ അവർ വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെയാണ് മനസ്സിലാക്കുക. പക്ഷേ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ വീണ്ടെടുപ്പും കൈവെള്ളലെ കാര്യം പോലെ അറിയാം. അതിന് ചോദിച്ചാൽ ഗമാലിയേലിൻ്റെ ശിഷ്യനാണ് പൗലോസ്. അതുകൂടാതെ യേശുക്രിസ്തുവിൽ നിന്ന് കൃപാ യുഗത്തിലെ കാര്യങ്ങളും എല്ലാം പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ടോട്ടാലിറ്റി പഠിച്ചില്ല ഉള്ള കുഴപ്പമാണ്. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് മാത്രം എടുത്ത്, അത് മുസ്ലിംസൊക്കെ പറയാറില്ലേ, അതായത് അല്ലെങ്കിൽ ട്രിനിറ്റിയെ ഒപ്പോസ് ചെയ്യുന്നവരെന്താ പറയുന്നത്? ഇസ്രായേലിലെ കേൾക്കാൻ നിൻ്റെ ദൈവമായ യഹോവ ഏകൻ അത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഏക ദൈവമായി ഇങ്ങോട്ടും ഇല്ല. പക്ഷേ ബൈബിളിനകത്ത് തന്നെ യഹോവയുടെ കൂട്ടാളിയായ പുരുഷന് സക്കറിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വലം കൈ. അങ്ങനെ അനേക സ്ഥലത്ത് നമുക്ക് ട്രിനിറ്റി കാണാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കൊണ്ട് നമുക്കൊരിക്കലും ദൈവവചനത്തെ പഠിക്കാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും എന്നെ വിളിക്കുന്ന, ഞാൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, രോഗത്തിലിരിക്കുന്നവരും സാമ്പത്തിക ഭാരത്തിലിരിക്കുന്നവരും ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാം ഒരു എന്താ പറയുക, ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ബ്രദർ എൻ്റെ അങ്ങനെ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഒന്നുമില്ല, പക്ഷേ ബ്രദർ ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റർ ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഈ രോഗത്തിൽ തന്നെ ബ്രദർ മനസ്സമാധാനം, ഈ എന്താ കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തന്നെ ദൈവം നിന്നെ നയിക്കാൻ പ്രാപ്തനായ ദൈവമാണ്, നിനക്ക് അവിടെ മനസ്സമാധാനം തരുമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നൊരു കണ്ടീഷനുണ്ട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിക്കണം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുന്നത്, പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും ദുരുപദേശം. അങ്ങനെയാണ് ബൈബിളിൻ്റെ ഘടന തന്നെ. ബൈബിളിനെ അതിൻ്റെ ടോട്ടാലിറ്റി മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണ് അന്യഭാഷ, പല ഉപദേശങ്ങളും. ഈവൻ പൗലോസിനെ മനസ്സിലാകാതെ പോകുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അല്ലല്ലോ, യേശുക്രിസ്തു അല്ലേ വലിയ ആൾ. അപ്പം പിന്നെ യേശുക്രിസ്തു പറഞ്ഞ് എടുക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും ഇന്നത്തെ സോക്കോൾഡ് സഭയെ നയിക്കുന്ന പല ആൾക്കാരും പൗലോസ് ഒരു കീറാമുട്ടിയാണ്, പൗലോസ് ഒരു എറർ എലമെൻ്റ് എന്നാണെന്ന് പറയുന്നത്. അനേക വീഡിയോകളുണ്ട്. ആക്ച്വലി ഞാനത് കൊണ്ടുവരേണ്ടതായിരുന്നു. ഞങ്ങളുടെ ഒരു ബൈബിൾ ഡിസ്കഷൻ ഗ്രൂപ്പിലുണ്ട്, അതിലൊരു ചർച്ച നടന്നായിരുന്നു. അന്ന് കുറേ പേര് അത്
അത് പറയുകയും ചെയ്തു. ഇന്ന് സഭയെ നയിക്കുന്ന പല ആൾക്കാർക്കും പൗലോസ് ഒരു കിറാമുട്ടിയാണ്. ഞാൻ ചോദിച്ചാൽ പൗലോസ് ഒന്നാമത്തെ കാര്യം നയാ പൈസയുടെ അനുഗ്രഹം പൗലോസ് പറയുന്നില്ല. മരിക്കുന്നതിൻ്റെ തലേദിവസം ആകെയുള്ളൊരു പുതപ്പ് പോലും പൗലോസിന് സ്വന്തമായിട്ടില്ല. അപ്പോൾ ഈ നിൻ്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടുമെന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പൗലോസ് അല്ലാതെ തന്നെ അത് കിറാമുട്ടിയാണ്. അപ്പം പിന്നെ ഇതുകൂടെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗലോസിന് വിരോധമുണ്ട്. അതെ, നമ്മുടെ പോയിന്റ് ഇതാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞത് ആ ഒരു സെൻറ്റൻസ് മാത്രമായിട്ട് പഠിക്കുമ്പോഴുള്ള വിഷയമാണ്. ബൈബിളിൻ്റെ അതിൻ്റെ ടോട്ടാലിറ്റി പഠിക്കുക. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി മുതൽ നമ്മൾ ഈ രാജ്യവും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു സെൻറ്റൻസ് അതിൻ്റെ സന്ദർഭത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഒരു ചെറിയ സംശയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചതും തോമസ് സാർ ഇന്ന് പഠിപ്പിച്ചതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ഒരു ചോദ്യം. എന്താണെന്നറിയാമോ? നമ്മൾ സ്വർഗത്തിലേക്ക് പോകും, തിരികെ വരികയില്ല എന്ന് തോമസ് സാർ പറഞ്ഞു. സാർ പറയുന്നു നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഭൂമിയെ ഭരിക്കും. ഇതിൽ ഒരു സംശയമുണ്ട്, ഒരു ചോദ്യമാണ്. പ്രിയ ആര് ചോദിച്ചാണെങ്കിലും ഞാൻ ഒന്ന് പറയട്ടെ, ഞാനും തോമസ് സാറും എല്ലാം ഒന്ന് തന്നെ പഠിപ്പിക്കുന്നത്. നമ്മളാരും ഭൂമിയെ ഭരിക്കുകയില്ല. നമ്മൾ ഭൂമിക്കുള്ളവരല്ല. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് വേണ്ടിയിട്ടല്ല ദൈവം 1000 ആണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയിൽ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആര് ചോദിച്ചാണേലും എന്താണെന്നറിയാമോ? 1000 ആണ്ട് യഹൂദനെ കൊണ്ട് ദൈവം ലോകത്തെ ഭരിക്കും. ഞാൻ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നിന്ന് വാക്യങ്ങളൊക്കെ എടുത്ത് ഇന്നലെ വായിച്ച് കേൾപ്പിച്ചായിരുന്നു. അവൻ്റെ വിശുദ്ധന്മാർ ഭൂമിയെ അവകാശമാക്കുന്ന കാലം വരും എന്നുള്ള വാക്യമൊക്കെ ഞാൻ വായിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അപ്പം അത് ആ വിശുദ്ധന്മാരെ യഹൂദന്മാരാണ്. അവരെ കൊണ്ട് ദൈവം ലോകത്തെ ഭരിക്കുന്ന, അതായത് എന്തുകൊണ്ട് ഈ യഹൂദന് 1000 ആണ്ട് ഭരണം വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഈ യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന ജാതി ഈ ലോകത്തുണ്ടായതായിരിക്കുന്ന കാലം മുതൽ തന്നെ, അന്ന് മുതൽ പറഞ്ഞൊരു കുറച്ച് കാലമേ ഒരു നല്ല ജീവിതം അവർക്ക് ഭൂമിയിൽ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരെപ്പോഴും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുകയോ മറ്റുള്ളവരാൽ അടിമത്തത്തിലായിത്തീരുകയോ ഒക്കെ ചെയ്യുകയായിരുന്നു. അവരുടെ കയ്യിലിരിപ്പിൻ്റെ ദോഷം കൊണ്ടാട്ടോ, അത് മനസ്സിലാക്കണം. അവർ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവർ ഭൂമിയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടനെ പണ്ടേ തന്നെ. ഇവന്മാർ ദൈവത്തെ അനുസരിക്കില്ല, ദൈവം അതിനനുസരിക്കില്ല. ഇവന്മാർ കണ്ട ചുറ്റുമുള്ളായിരിക്കുന്ന ദേവീദേവന്മാരെയും വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കും. ദൈവം അവരെ കൈവിട്ടു. അപ്പം ചുറ്റുമുള്ള ജാതികൾക്കൊരു പരിഹാസവും നിന്നയൊക്കെയാണ് യഹൂദനെ സംബന്ധിച്ച്. ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ വായിക്കും പറയാനായിട്ട് പറ്റും. എന്നാൽ ഈ യഹൂദൻ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം അവരെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കൺമണിയാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്നുള്ളതിരിക്കുന്ന കാര്യം ഒരു കാലത്ത് ലോകത്തോട് ദൈവം തെളിവ് കൊടുക്കുന്ന കാലഘട്ടമാണ് ഈ 1000 ആണ്ട്. അത് അവരെ മാനിക്കാനായിട്ടാണ് ഈ 1000 ആണ്ട് വെച്ചിരിക്കുന്നത്. ഹോശിയ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഞാൻ വായിക്കുന്നില്ല, പറയാം. ഹോശിയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ എങ്ങനെയാണ് വായിക്കുന്നത്? വരുവിൻ, നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് കയറി ചെല്ലാം, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. കണ്ടോ? യഹോവയുടെ അടുക്കിലേക്ക് കയറി ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കിട്ടും. അടുത്ത വാക്യം. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുക. ഈ നാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇത് യഹൂദനെ കുറിച്ചാട്ടോ. ഹോശിയ പ്രവാചകൻ എഴുതിയ യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എടുത്ത് നമ്മളോട് പറഞ്ഞാൽ ആരും പറഞ്ഞേക്കല്ലേ ദയവ് ചെയ്തിട്ട്. എന്നിട്ട് താഴെ പറയുകയാണ്, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. ഇവിടെ പറഞ്ഞാൽ എന്താ അറിയാമോ? ദൈവം അവരെ മാനിക്കും. ദൈവം 2 ദിവസം കഴിയുമ്പോൾ അവരെ ഉയർത്തും. എവിടെ ഉയർത്തുമെന്ന്? ലോകത്തിൻ്റെ നടുവിൽ ഉയർത്തുമെന്ന് പ്രവാചകനിലൂടെ പണ്ടേ പറഞ്ഞിരിക്കുക. ഇപ്പോൾ ദൈവം അവരെ അടിച്ചിരിക്കുക. ഇപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചിരിക്കുക. ദൈവം തന്നെ അവരോട് കരുണ കാണിക്കും, അവരുടെ മുറിവ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ദൈവം അവരോട് കൃപ കാണിക്കും. ഇന്ന് രാവിലെ നദീഷ് ബ്രദർ പറഞ്ഞു അവരോട് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ കോപം നീങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടാവും. അതാ ഈ 1000 ആണ്ട് വാഴ്ച. അപ്പോൾ ഈ 1000 ആണ്ട് നമുക്കൊന്നും വേണ്ടിയിട്ടല്ല പിന്നെ ബൈബിളിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടേ അല്ല, അത് യഹൂദന് വേണ്ടിയിട്ടാണ്. തോമസ് സാർ ഇന്നലെ പറഞ്ഞത് നമ്മൾ സ്വർഗത്തിനുള്ളവരാണ്, യഹൂദന്മാർക്കാണ് ഈ ഭൂമി 1000 ആണ്ട് വാഴ്ച വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കറക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് 1000 ആണ്ട് യഹൂദൻ ഭൂമിയെ പ്രത്യക്ഷമായി വാഴുമ്പോൾ, ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സംശയിക്കരുത്, എൻ്റെ ഒരു ചിന്താഗതിയാണ്. നിങ്ങളങ്ങനെ വിശ്വസിച്ചോളൂ എന്ന് എനിക്ക് നിർബന്ധമില്ല.
എൻ്റെ ഒരു ബൈബിൾ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 1000 ആണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയെ വാഴുകയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ പഴയ നിയമ പ്രവചനങ്ങളിൽ അങ്ങനെ കുറേ തെളിവുകളുണ്ട്. അവൻ്റെ ഭയങ്കരമായിരിക്കുന്ന തേജസ് യെരുശലേം ദേവാലയത്തിൽ നിറഞ്ഞിരിക്കും. ആ തേജസ് കൊണ്ട് യെരുശലേം പട്ടണം മുഴുവൻ പ്രകാശിതമായിരിക്കും. അപ്പോൾ ഈ സകല ലോകത്തിലുള്ള മനുഷ്യർ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നത്, നിങ്ങളോട് കൂടെ ദൈവമുണ്ട്, ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരുന്നു എന്ന് പറഞ്ഞ് ചെല്ലുന്നത് ആ പ്രത്യക്ഷമായ ദൈവ തേജസ് കണ്ടിട്ടാണ്. ശലോമോൻ ദേവാലയം പ്രതിഷ്ഠ ചെയ്തപ്പോൾ എങ്ങനെ തേജസ് ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ. അല്ലാതെ നമ്മുടെ കർത്താവ് ഇനി ഒരിക്കലും ആ പഴയ പോലെ ഒരു മനുഷ്യനായി ഇരിക്കുകയില്ല. നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടി ഞാൻ ഒരു വേദഭാഗം പറഞ്ഞു തരാം. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വായിച്ചാൽ മതി. യഹസ്കേൽ പ്രവചനം 40-ാം അധ്യായം തൊട്ട് അവസാന അധ്യായം വരെ വായിക്കുക. യഹസ്കേൽ പ്രവചനം 40-ാം അധ്യായം തൊട്ട് അവസാന അധ്യായം വരെ വായിക്കുക. അവിടെ ഇസ്രായേലിനെ 1000 ആണ്ട് ഭരിക്കുന്ന പ്രഭുവുണ്ട്. ഈ പ്രഭു തനിക്ക് വേണ്ടിയും തൻ്റെ ജനത്തിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും യാഗം കഴിക്കേണ്ടവനാണ്. ആ 1000 ആണ്ട് ഭരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു യാഗം കഴിക്കാൻ പോകുമോ? നിങ്ങൾ തന്നെ എണ്ണുക. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്നറിയാമോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം? ഞാൻ പറഞ്ഞത് 1000 ആണ്ട് യഹൂദനെ കൊണ്ട് ദൈവം ലോകത്തെ വാഴും. ഭരണകർത്താവ്, രാജാവ് കർത്താവായിരിക്കും. കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് യഹൂദൻ ഭരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോകുന്ന നമുക്കും കർത്താവ് എന്ത് അധികാരം തന്നെന്ന് അറിയാമോ? കർത്താവിൻ്റെ എല്ലാ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും നമുക്ക് പങ്കാളിത്തം തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച സകലവും അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ 1000 ആണ്ട് ഭൂമിയെ പ്രത്യക്ഷമായി വാഴുന്ന യഹൂദൻ്റെ മേൽ പോലും ദൈവ ജനമായിരിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന നമുക്ക് ഒരു അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തുവാണ് അവരെ ഭരിക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ മേലൊരു അവകാശം. ഭൂമിയിൽ ഭരിക്കുന്നല്ല ഞാൻ പറഞ്ഞു. നമ്മളെന്നും സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിലിരുന്ന് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, ദൂതന്മാരെ ഭരിക്കുന്ന, ക്രിസ്തുവിൻ്റെ അധികാരം ക്രിസ്തുവിനോടുകൂടെ പങ്കിടുന്ന ഭാഗ്യശാലികളാണ് ഞാൻ എന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മൾ ഭൂമിയിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, അന്ത്യാത്താഴ സമയത്ത് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ ആക്കിയോ, അവരെ ദൈവജനം ആക്കിയോ, അതിന് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടയോ? അന്ത്യാത്താഴ സമയത്തല്ല, ശരിക്കും രക്തത്താലാണ് നിയമം ഉറപ്പിക്കുന്നത്. രക്തം കൂടാതെ നിയമം ഉറപ്പിക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം, സാദൃശ്യമായിട്ട് വീഞ്ഞെടുത്ത് കൊടുത്തോണ്ടായി പറയുന്നത് വീഞ്ഞ്. എന്നാൽ അത് തലേന്ന് രാത്രി ചെയ്തു, പിറ്റേന്ന് കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, തൻ്റെ രക്തം ചിന്തി. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഞാൻ ഇസ്രായേൽ ജനത്തോടും യഹൂദ ജനത്തോടും പുതിയൊരു നിയമം ചെയ്യുന്നു എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ നിയമം കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം നിലവിൽ വരികയായിരുന്നു. അത് നിലവിൽ വന്നു എന്ന് പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കത് ന്യായമായിട്ട് മനസ്സിലാക്കാം. കാരണം കർത്താവ് തന്നെ ലോകത്തെ കാലത്തെ 2ആയിട്ട് വിഭാഗിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. യോഹന്നാൻ വരെ, യോഹന്നാന് ശേഷം 2ആയിട്ട് കർത്താവിനെ വിഭജിച്ചു. ദൈവരാജ്യത്തിൻ്റെ ഉപദേശമാണ്. അതായത് യോഹന്നാൻ, സകല പ്രവാചകന്മാർ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞതിനെ നമ്മൾ പറഞ്ഞാൽ എന്തെന്ന് പറയാം? പഴയ നിയമം യോഹന്നാൻ വരെ. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷിച്ച് വരുന്നു. അപ്പോൾ ദൈവരാജ്യത്തെ നമുക്ക് എങ്ങനെ, ഏത് വിധത്തിൽ മാറ്റണം? അല്ലെങ്കിൽ നമുക്കല്ല, ബൈബിൾ എങ്ങനെയാണ് വിജയിക്കുന്നത്? പുതിയ നിയമം അവിടെ സ്ഥാപിച്ചു, അല്ലെങ്കിൽ വന്നു, നിലവിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമരണത്തിലൂടെ, ആ രക്തച്ചൊരിച്ചിലൂടെ ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ കൊടുത്തതായിരിക്കുന്ന പുതിയ നിയമം നിലവിൽ വന്നു. എന്നാൽ അത് യഹൂദ ജനത അംഗീകരിച്ചില്ല. നമ്മളെന്ത് ചെയ്യാനാ? കർത്താവ് അത് സ്ഥാപിച്ചു, പക്ഷേ യഹൂദ ജനത അംഗീകരിച്ചില്ല. ഒരു ചെറിയ കൂട്ടം, വിരലിലുണ്ടാവുന്ന കൂട്ടം എന്ന് പറയാം, യഹൂദന്മാരുടെ ഇടയിൽ അത്ര പേരെ അംഗീകരിച്ചുള്ളൂ. അതുകൊണ്ട് ദൈവം 12 അപ്പോസ്തലന്മാരെ അവരുടെ നേതാവാക്കി. അങ്ങനെ ആ ഒരു ഭാഗ്യകരമായ കൂട്ടം മുമ്പോട്ട് പോവുക. ഇനി മഹാപീഡന കാലത്ത് ഒരു സംഖ്യ ഉണ്ടാകും. അത് കഴിഞ്ഞ് മഹാപീഡനം കഴിഞ്ഞ് അവർ 1000 ആണ്ടിലേക്ക് കിടക്കും. അന്നത്തെ യഹൂദൻ കർത്താവിനെ പോലും അംഗീകരിച്ചില്ല. പിന്നെ എങ്ങനെയാണ് പുതിയ നിയമം അംഗീകരിക്കുന്നത്? മനസ്സിലായോ? അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്,
യേശു ജീവിച്ചിരുന്ന കാലത്ത് ന്യായപ്രമാണമാണ് ഉപദേശിച്ചത് എങ്കിൽ വ്യഭിചാരിണിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവദിക്കാത്തത് എന്ത്? യേശു സ്വയം ന്യായപ്രമാണത്തെ ദുർബലമാക്കി അല്ലയോ ചെയ്തത്? ഈ വ്യഭിചാരിണിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ സമ്മതിച്ചില്ല എന്നുള്ളത് മാത്രമേ കർത്താവ് ചെയ്തുള്ളൂ. കർത്താവ് ശബത്തിനെ ലംഘിച്ചില്ലേ? ഇല്ലേ? ശബത്തിനെ ലംഘിച്ചില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായം, ഞാൻ ഒരു വാക്യം വായിച്ചേപ്പി. ലൂക്കോസ് 13 അധ്യായത്തിൻ്റെ 11 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നെവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ടു, പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. എന്താ ഇവിടെ മനസ്സിലാക്കണം? കർത്താവ് ഈ പാവിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നിട്ട് അവളെ സ്വതന്ത്രയാക്കിയത് മാത്രമൊന്നുമല്ല ന്യായപ്രമാണ ലംഘനം. പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് ചോദിച്ച ആളാരാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയുള്ളവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് അതിനെ അതിൽ നിന്ന് ആ സ്ത്രീയെ രക്ഷിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? പഴയ നിയമത്തിൽ വേറെ ശബത്തിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാൻ പാടില്ലേ? ഒരു സാമാന്യ വിലയും ചെയ്ത് ഒരു കാര്യവും ചെയ്യരുത്. നോക്കിയാൽ 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയെ നിവർത്തിയ ശബത്ത് എന്നതിലാണ്. ഇത് വന്ന് പരീശന്മാർ ചോദ്യം ചെയ്യുകയും ചെയ്തു, നീ എന്താ ചെയ്യുന്നത്? ശബത്ത് ദിവസത്തിലാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് ഞാനിവിടെ വായിച്ചത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമം സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം ന്യായപ്രമാണം യഹൂദന് എഴുതി കൊടുത്തപ്പോൾ ദൈവം ഈ ന്യായപ്രമാണത്തിൻ്റെ ഓരോ കൽപ്പനകളിൽ കൂടിയും എങ്ങനെയായിരിക്കണം തൻ്റെ ജനത്തിൻ്റെ നീതിയുള്ള ജീവിതം എന്നുള്ളതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൽപ്പനകൾ കൊടുത്തത്. പക്ഷേ ഞാൻ പറയട്ടെ, മണ്ടന്മാരായ യഹൂദന്മാർക്ക് ഇത് അറിഞ്ഞുകൂടാ. സത്യം അത്. കർത്താവ് പറഞ്ഞവർ ചതവ്, ഉപ്പ, ജീരകം എന്നതിലൊക്കെ പതാരം കൊടുക്കും. ഒട്ടകത്തെ വിഴുകി കളയും. ഇവർക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ നീതി അറിയില്ല. ഈ അക്ഷരത്തിലൂടെ നോക്കി ഇവർ കുറേ കാര്യങ്ങൾ ചെയ്യും. കർത്താവായി യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കാൻ വന്നല്ല, നിവർത്തിക്കാൻ വന്ന. കർത്താവ് നീക്കുകയില്ല ന്യായപ്രമാണത്തെ. ഞാൻ പറഞ്ഞില്ലേ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ലെന്ന് പറഞ്ഞ കർത്താവാണ്. ആ വചനം ബൈബിളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണം നീങ്ങിപ്പോവുകയില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നാൽ ഈ കർത്താവ് ഈ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ന്യായപ്രമാണ ലംഘനമാണോ? അല്ല. ഇതിൽ ന്യായപ്രമാണത്തിൻ്റെ നീതിയുണ്ട്. ഈ പാവനിയായ സ്ത്രീയുടെ മാനസാന്തരം കണ്ട കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തു, അവൾക്ക് വിടുതൽ കൊടുത്തു. ഈ പാവനിയായ ഈ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ന്യായപ്രമാണത്തിന് കരുണയില്ലാതെ ശിക്ഷ വിധിക്കുന്ന കാര്യമൊന്നുമില്ല. ഈ കരുണ കണ്ടെത്താൻ യഹൂദന് പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ 18 വർഷം രോഗബന്ധനത്തിലായിരുന്ന ഈ സ്ത്രീയെ അഴിച്ചുവിട്ടപ്പോഴും ശബത്തിനെ ലംഘിക്കുക എന്നൊന്നും ആയിരുന്നില്ല കർത്താവ് ചെയ്ത്. കർത്താവ് അവരോട് ന്യായമായ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ കാളയോ കഴുതിയോ വെള്ളത്തിൽ വീണാലും നിങ്ങൾ അതിനെ അഴിച്ചുവിടാറില്ലേ ശബത്ത് ദിവസത്തിൽ? വേണ്ട, അവിടെ കിടന്ന് ചാകട്ടെ, ഇന്ന് ശബത്താ. കാളയായാലും കഴുതിയായാലും ആ കുഴി കിടന്ന് അവിടെ നിന്ന് വെക്കുമോ? ഇല്ലല്ലോ, അഴിച്ചുവിടില്ലേ? ക്ഷണത്തിൽ അഴിച്ചുവിടില്ലേ? അതുപോലെ ശബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസമാണ്. അന്ന് നന്മ ചെയ്യാനുള്ള ദിവസമാണ്, അന്ന് വിടുവിക്കാനുള്ള ദിവസം, ദൈവം ആദരിക്കുന്ന തൻ്റെ ജനത്തിന് വിശുദ്ധമായി അലങ്കരിച്ചു കൊടുത്ത ദിവസം. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ നീതി, കരുണ, സ്നേഹം ഇതൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവം. അത് ന്യായപ്രമാണത്തിന് ഒരിക്കലും വിരുദ്ധമല്ല, ന്യായപ്രമാണത്തിന് എതിരുമല്ല. മനസ്സിലായി കാണുമല്ലോ. കർത്താവ് ഒരിക്കലും ന്യായപ്രമാണത്തെ ലംഘിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ആഴങ്ങൾ, അന്തസത്ത, ന്യായപ്രമാണത്തിൻ്റെ എസൻസ്, അതാണ് കർത്താവ് തൻ്റെ ഉപദേശത്തിലും തൻ്റെ ജീവിതത്തിലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത്. ഇത് കണ്ടെത്താൻ യഹൂദന് ബോധമില്ലായിരുന്നു, ബുദ്ധിയില്ലായിരുന്നു. കെ വി സൈമൺ പുസ്തകത്തിൽ യഹൂദനില്ല എന്ന് പറഞ്ഞു. ആ ബുക്ക് ഏതാണെന്നൊന്ന് പറയാമോ? അതിനൊരു ക്ലാരിറ്റി വരുത്തുമോ? സത്യരക്ഷാ പ്രബോധിനി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കെ വി സൈമൺ സാറിൻ്റെ സത്യരക്ഷാ പ്രബോധിനി വലിയ പുസ്തകമാണ്. ഈ ബൈബിളിനേക്കാളൊക്കെ കട്ടിയുള്ളതാണ്. വായിച്ചിട്ടുണ്ടോ?
എന്നോട് ചോദിച്ച ആരുടെയും വായിച്ചിട്ടുണ്ടോ? ഇതിനേക്കാൾ കട്ടിയുണ്ട്. ഇതിൻ്റെ ഒരു കാഭാവം കൂടെ ചേരുന്നതാണ് KV സൈമൺ സാറിൻ്റെ സത്യരക്ഷ പ്രബോധിനി എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ കുറച്ച് പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനമുണ്ട് KV സൈമൺ സാറിൻ്റെ, വായിച്ചിട്ടുണ്ടോ? അതിലൊക്കെ പറയുന്നത് ഇനി അങ്ങോട്ട് ഈ സഭ എന്ന പദ്ധതിയാണ് യഹൂദനെ രക്ഷിക്കപ്പെടാനും സകല ജാതികൾക്കും രക്ഷപ്പെടാനുള്ളതെല്ലാം ഈ യേശു ക്രിസ്തുവിലൂടെയുള്ളായിരിക്കുന്ന വിശ്വാസം. കൃപായുഗത്തിലെ സുവിശേഷമൊന്നും അല്ല, പൗലോസിൻ്റെ സുവിശേഷമൊന്നും അല്ല കേട്ടോ. അവർക്കറിയില്ല പൗലോസിൻ്റെ സുവിശേഷമാണ് നമ്മുടെ രക്ഷാപദ്ധതി ഒന്നും അവർക്കറിയില്ല. അവരതും ഇതും എല്ലാം കൂടി അങ്ങ് കൂട്ടിക്കുഴച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഒരു തരം അവിയൽ പരുവത്തിലല്ലേ പഠിപ്പിക്കുന്നത്. അത് ഇന്നത്തെ പ്രകാരംകാരും എല്ലാവരും അങ്ങനെ തന്നെയാണ്. കർത്താവ് പറഞ്ഞതും അവരുടെയാന്ന് പറയും, പൗലോസ് പറഞ്ഞ് അവർക്കാന്ന് പറയും. പൗലോസിൻ്റെ അടുത്ത് മാറ്റിക്കളയുന്നൊന്നുമില്ല, അങ്ങനെ അത്രയ്ക്കും ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ആ പുസ്തകങ്ങളിലൊക്കെ അവർ എഴുതിയിരിക്കുന്നത് എന്താ അറിയാമോ? ഇനി അങ്ങോട്ട് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി യേശു ക്രിസ്തു വന്നപ്പോൾ മുതൽ ഉപദേശവും പഠിപ്പിച്ചതായിരിക്കുന്ന പുതിയ നിയമമാണ്. അങ്ങനെ മുമ്പോട്ട് പോകും. മഹാപീഡനം ലോകത്തെ നന്നാകാനുള്ള കഷ്ടപ്പാടാണ്. ദൈവം ലോകത്തിന് ന്യായം വിധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 1000 ആണ്ടിലേക്കും നമ്മൾ തന്നെയാണ് പ്രവേശിക്കുന്നത്, അല്ലാതെ യഹൂദനല്ല അവിടേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന പുസ്തകങ്ങൾ KV സൈമൺ, എനിക്ക് എല്ലാ ബുക്കുകളും ഓർമ്മയില്ല. ഞാൻ നേരത്തെ ഒരുപാട് ബുക്കുകൾ ഇവരെയൊക്കെ വായിച്ചിട്ടുണ്ട്. YSKL സാറിൻ്റെ പുസ്തകം, KV സൈമൺ സാറിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിലേതൊക്കെയാണെന്ന് എനിക്കറിയില്ല. സത്യരക്ഷാ പ്രബോധിനിയിലൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെയെല്ലാം യഹൂദൻ എന്ന പ്രോഗ്രാം എല്ലാം അവസാനിച്ചു. ഇന്ന് യഹൂദനായാലും ജാതികൾക്കായാലും രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ ഒരൊറ്റ വഴിക്ക് അവർ 2 കാര്യവും പറയും. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിക്കണം എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലെ സുവിശേഷം അനുസരിക്കണം, പൗലോസിലെ ക്രൂശിലെ സുവിശേഷം അനുസരിക്കണം. അത് രണ്ടും അവർ പഠിപ്പിക്കുന്നതാണല്ലോ. രണ്ടും ഒന്നിച്ചാണ് കൂട്ടിക്കലർത്തി പഠിക്കുന്നത്. ഈ തരംതിരിവൊന്നും അവർക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരു സമൂഹം, ആ ഒരു പദ്ധതിയാണ് ഇന്ന് ദൈവത്തിനുള്ളത്. യഹൂദനൊരു പദ്ധതി ഇല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നതായിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. സ്തോത്രം. നമുക്ക് ചില ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. നദീഷ് ബ്രദറും എൽദോ ബ്രദറും ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ചില ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഞാനതിന് മറുപടി പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകമായിട്ട് ഒരു ശുശ്രൂഷ ലീഡ് ചെയ്യുന്നവരല്ല. പ്രൊഫഷണലി എൻ്റെ ജോലി ചെയ്ത് ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് എൻജിനീയറാണ്. നദീഷ് വേറെ ജോലി ചെയ്തവന്, എൽദോ ബ്രദർ വേറെ പ്രൊഫഷണലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിൻ്റെ ബേസിസിൽ നമ്മളിത് പറയുന്നത്. നമ്മൾ പ്രൊഫഷണലി മറ്റുള്ള ആൾക്കാർ പറയുന്ന മാതിരി ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. എന്നാലും ഞങ്ങളുടെ അറിവും ഞങ്ങളുടെ ആ കഴിവിൻ്റെ പരിമിതിക്കനുസരിച്ച് ഇത് നിങ്ങളിൽ എത്തിക്കാനാണ് ഞങ്ങൾ ഈ ശ്രമിക്കുന്നത്. ഒരു ചോദ്യം കിട്ടിയത് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നവർ ആരൊക്കെ? 1, ചെറിയ ആട്ടിൻകൂട്ടം, കറക്റ്റാണ്. 2, പഴയ നിയമത്തിലുള്ള മരിച്ചുപോയ വിശുദ്ധന്മാർ, അതും കറക്റ്റാണ്. മഹോപദ്രവത്തിലൂടെ കടന്നുപോയി 666 മുദ്ര സ്വീകരിക്കാത്തവർ, അതും കറക്റ്റാണ്. പിന്നെ ആരൊക്കെയാണ്? അത് കറക്റ്റല്ല, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമവിശുദ്ധന്മാർ നമ്പർ 1. നമ്പർ 2 ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം, കർത്താവിനോട് കൂടെ നടന്ന 12 ശിഷ്യന്മാരും അവരുടെ കൂടെ ഉണ്ടായ ജനം. അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ ഉണ്ടായിരുന്ന ആദ്യ നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ അവസാനത്തോടുകൂടി യോഹന്നാൻ സ്നാപകനെ പത്മോസ് ദ്വീപിൽ വെച്ച് വരാനിരിക്കുന്ന സംഗതികളുടെ വെളിപ്പാട് ഒന്നുകൂടെ കാണിച്ചു കൊടുത്ത് ഓൾമോസ്റ്റ് ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി അത് ഡിമിനിഷ്ഡ് ആവുക. അതിനുശേഷം കർത്താവ് ആ ഒരു പദ്ധതി റെസ്യൂം ചെയ്യുന്നത് സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷമാണ്. ഇവിടുന്ന് നാം റാപ്ചറിൽ പോയതിന് ശേഷം. അതിനുശേഷം വരാൻ പോകുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 666 അടിക്കാത്ത ട്രിബുലേഷൻ സെയിൻസ് എന്ന് പറയും. അതായത് മഹോപദ്രവത്തിലെ വിശുദ്ധന്മാർ. അവരുടെ ആ അവസാനത്തിലാണ് കർത്താവ് രാജാവായിട്ട് വരുന്നത്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ, ലിറ്റിൽ ഫ്ലോക്സ്, ട്രിബുലേഷൻ സെയിൻസ്, ഇവർ 3 പേര് ഡെഫിനറ്റായിട്ട് ഇതിൽ പോകും. അതിൽ വിശുദ്ധന്മാരാണ്. എല്ലാവരും പോകത്തില്ല. ദുഷ്ടന്മാരെല്ലാവരും യാതന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ യാതന സ്ഥലത്തു നിന്ന് അവർ എഴുന്നേറ്റ് വരുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിലെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിലാണ്. അപ്പോൾ അതിലാണ് വരുന്നത്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെങ്ങാണ് നമുക്ക് വല്ല ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം. എന്തെങ്കിലും വകുപ്പുണ്ടോ ഈ റാപ്ചറിൽ കൈവിടപ്പെട്ടു പോയാൽ? ചെറിയൊരു ചാൻസ് ഉണ്ട്. ഒരാശ്വാസമായി അല്ലേ, ഉറക്കമൊക്കെ പോയെന്ന് തോന്നുന്നു.
അവിടുത്തെ ചാൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ യഹൂദന് ഉപകാരമാകുമെങ്കിൽ ഈ ട്രിബുലേഷൻ പീരീഡ് നിങ്ങൾ മനസ്സിലാക്കണം. അത് യഹൂദിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പീരീഡാണ്. യാക്കോബിൻ്റെ കഷ്ടകാലം, 2 അതിൽ പട്ടുപോകും, 1 രക്ഷിക്കപ്പെടും. ആ സമയത്ത് സാത്താൻ ടാർഗറ്റ് ചെയ്ത് അവരെ തലങ്ങനെയും വിലങ്ങനെയും അവരെ ടാർഗറ്റ് ചെയ്യുക. കാര്യം അവരിൽ കൂടി ഈ ലോകത്തിൽ ദൈവം വാഴാൻ പോവുക. അവരാണ് മെയിൻ അതിൽ വാഴാൻ പോകുന്നത്. കർത്താവ് അവരോടൊപ്പം വാഴാൻ പോവുക. അവരുടെ വാഗ്ദത്തമാണ്. ദാനിയലിനെ കാണിച്ചു കൊടുത്ത തല സ്വർണം കൊണ്ടും ഇത് പിച്ചള കൊണ്ടും മറ്റേ അലൂമിനിയം കൊണ്ടും ഒക്കെയുള്ള ആ ബിംബം ഉണ്ടല്ലോ, അതിൻ്റെ കാല് കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള അതിലൊരു കല്ല് കൈ തൊടാതെ പറഞ്ഞു വന്ന് അടിക്കുമ്പോഴത്തേന് ആ ബിംബം മുഴുവനും തവിട്ട് പൊടിയായി പോകും. അത് പൊടിയായി പോകും. ആ പൊടി ഒരു വലിയ പാറയായിട്ട് മാറുക. അതൊരു വലിയ രാജ്യം, അതാ ദൈവരാജ്യം. ആ പൊടി ആയിപ്പോയതിന് ആ കല്ല് ഒരു വലിയ പാറയായിട്ട് മാറുക. അതതിനെ നിത്യം വാഴുക. അതാണ് അവരുടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ദാനിയലിനെ ദൈവം കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു രീതിയാണ് യഹൂദൻ എങ്ങനെയായി തീരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഓക്കെ, 1000 ആണ്ട് വാഴ്ചയിൽ അവരെയാണ് സാത്താൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒന്നൊന്ന് കാണിച്ചിട്ട് തിരിച്ചു വരാം. ഇതാണ് 1000 ആണ്ട് വാഴ്ച. ഇതാണ് യഹൂദൻ്റെ പദ്ധതി. ഇത് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നില്ലായിരുന്നുണ്ടെങ്കിൽ അവർ ഈ 1000 ആണ്ട് വാഴ്ചയിലേക്കാണ് ഈ ട്രിബുലേഷൻ പീരീഡിലേക്കാണ് കിടക്കുന്നത്. അതിൻ്റെ അവസാനം കർത്താവ് രാജാവായിട്ട് വരിക. അവരെ വാഴുവാനായിട്ട് കർത്താവ് രാജാവായിട്ട് അവരുടെ അടുക്കൽ വരുന്ന പദ്ധതിയാണ്. ഇവിടെ ആ സമയത്ത് അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബാക്കി ഉലകത്തിലുള്ള ഒത്തിരി ജാതികളുണ്ട്. ഇവിടുന്ന് കൈവിടപ്പെട്ടു പോയ ജാതികൾ ഒത്തിരി പേരുണ്ട്. ക്രിസ്ത്യാനികളൊക്കെ അതിൽ നിറയുണ്ട്. റാപ്ചറിൽ എടുക്കപ്പെടാതെ പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്രിസ്ത്യാനികളോട് ഉണ്ട്. അവർക്കൊക്കെ ചാൻസ് ഇല്ല. രക്ഷിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെരി വെരി സ്ലിം ചാൻസ്. ആ ചാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും വിധത്തിൽ യഹൂദന് സപ്പോർട്ട് ആകുമെന്നുണ്ടെങ്കിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവനെ സഹായിക്കും, അവനെ രക്ഷിക്കാനായിട്ട് അവൻ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സഹായകമായെങ്കിൽ നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടും. അതിന് പക്ഷെ നമ്മൾ കൊതിച്ചിരിക്കല്ല, അതിന് ഒത്തിരി ആഗ്രഹിച്ചിരിക്കില്ല. കാര്യം അതിന് നമുക്ക് ചാൻസ് കിട്ടത്തില്ല. നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല. ഭയങ്കര കഷ്ടം, മഹാമാരിയും യുദ്ധവും നടക്കുന്ന സമയമാണ്. ഇവിടെ ഒരു ചെറിയ കൊറോണ വന്നിട്ട് വീട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ട് ഫാർമസി പോയിട്ട് മരുന്ന് മേടിക്കാൻ പോകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് യഹൂദനെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 42 വരെയാണെന്ന് തോന്നുന്നു. വായിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായി 25-ന്റെ 35 മുതൽ കാണിച്ചിട്ട് പോകുന്നത് ചെടിച്ചിടാന്ന്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഇതിന് മേലത്തെ ഇവിടുന്ന് കാണിച്ചത്, സകല ജാതികളെ അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയന്മാരെ ചെമ്മരിയാടും കോലാടുകളും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ചു. വായിച്ച് താഴോട്ട്. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശക്കൊള്ളുവീൻ, അവർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഇതെല്ലാം യഹൂദനെ നമ്മൾ സഹായിച്ചുകൊണ്ട് ജാതികളായ നമ്മളോട് കർത്താവ് പറയുന്ന കാര്യമാണ്. അടുത്ത വാക്യം, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അയ്യോ, ഞങ്ങളിതൊക്കെ എപ്പോൾ ചെയ്ത് കർത്താവെ എന്ന് നിങ്ങൾ ചോദിക്കും. അന്നേരം മുന്നടുത്തത്, അതിന് നീതിമാന്മാർ അവനോട്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു. അടുത്ത വാക്യം, ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി ഉടുപ്പിക്കുകയോ ചെയ്തു. അടുത്ത വാക്യം, നിന്നെ രോഗിയായിട്ടോ തടവിലായിട്ടോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നുവെന്ന് ഉത്തരം പറയും. അടുത്തത്, രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കും ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. അടുത്ത വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അതിൻ്റെ തുടർമാനമായിട്ട് കാണാൻ കഴിയും. ആ സമയത്ത് യഹൂദനെ സഹായിക്കാനും, അവൻ തടവിലായിരുന്നപ്പോൾ അവനെ കാണാനും, അവൻ ആഹാരം കൊടുക്കാനും, വിശന്നു നിങ്ങൾ എന്നെ കണ്ടു, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു. ഈ സമയത്ത് യഹൂദൻ്റെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സഹായിക്കാനായിട്ട് കൈത്താങ്ങലായിട്ട് നിന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിലായിരിക്കും, കോലാടുകളുടെ കൂട്ടത്തിലായിരിക്കത്തില്ല. അങ്ങനൊരു നല്ല കൂട്ടം ജാതികൾ ഈ ട്രിബുലേഷൻ പീരീഡിൽ കൂടി സസ്റ്റെയിൻ ചെയ്ത് 1000 ആണ്ടിലേക്ക് കടക്കും. എന്താ പറയുന്നത്, നരകാഗ്നിയിലേക്ക് അവരെ തള്ളിയിടുന്നത്, സാത്താനെയും എതിർ ക്രിസ്തുവിനെയും ഒക്കെ തള്ളിയിടുന്നതും ഒക്കെ അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഈ 1000 ആണ്ട് വാഴ്ച അവിടെയാണ്. അവിടെ ചില ജാതികൾ ഉണ്ടാകും. പക്ഷേ അവിടോട്ട് കയറി കഴിഞ്ഞാൽ 1000 ആണ്ടാണ്. ഈ റോമാലേഖനം 12-ന്റെ 12 നിങ്ങൾ
അവിടത്തേക്ക് പ്രസക്തി ഇവിടെ വരുന്നത്. റോമർ 12:11 കാണിച്ചവനെ അവിടെയൊക്കെ ജാതികളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെടും. അത് യഹൂദനല്ല. നമുക്കിപ്പം യഹൂദന് അടി കിട്ടിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹം ഉണ്ടായെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു തുടങ്ങുമ്പോൾ അവരിൽ കൂടെ നന്മയും കരുണയും ഒഴുകും. റോമർ 11:12. എന്നാൽ അവരുടെ ലംഘനം, അതായത് യഹൂദൻ്റെ ലംഘനം, വീഴ്ച, ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികളായ നമുക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. അവരെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന സ്വർഗരാജ്യം അവർക്ക് കിട്ടുമ്പോൾ അവരുടെ കെയർ ഓഫിൽ അതിൽ കൂടി പറ്റിയിരിക്കുന്ന നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നന്മകൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലമാണ്. 1000 ആണ്ട് കാലം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിലൊരു അനുഭവം പോലെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതിൽ വളരെ തുലവും ചുരുക്കം പേര് ജാതികൾ അതിൽ കയറും, ഇതിലൂടെ അതിന് ഭാഗമായി തീരും എന്നുള്ളത് ശരിയാണ്. അതിലുള്ള യഹൂദന്മാർ 100% പേരും ദൈവത്തെ അറിയുന്നവരും ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്നവരും വിശ്വസ്തന്മാരുമായിട്ടുള്ള യഹൂദന്മാരാണ്. അവിടെ ഈ തെറ്റിത്തിരിഞ്ഞ് നടക്കുന്നവരും ഉഴപ്പി നടക്കുന്നവരൊന്നും അതിൽ കാണത്തില്ല. മുഴുവൻ എണ്ണത്തിനെ ഫിൽട്ടർ ചെയ്തിട്ട് ആ ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിൽ കൂടി എല്ലാവരെയും ശോധന ചെയ്ത് പ്യുവർലി ആ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുക. അതാ കർത്താവ് ഇവിടെ വന്നപ്പോഴും പ്രസംഗിച്ചത് മുഴുവൻ. ദൈവരാജ്യത്തിൽ ആര് കിടക്കും, മണവാളൻ വരാൻ പോകുന്നു, മണവാട്ടി വിളക്കിൽ എണ്ണയുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോടാ. വിളക്കിൽ എണ്ണയുള്ള മണവാട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാം. മണവാട്ടി വിളക്കിൽ എണ്ണയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതൊന്നും ശരിക്കും പറയാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അല്ല. മണവാളൻ അവരാ, മണവാട്ടി അവരാ. മണവാളൻ വരുന്നു, മണവാട്ടി ഒരുങ്ങാൻ പറയുക. അതിൽ അവരോട് കർത്താവ് പറഞ്ഞ ഉപമകളാണ്. ഓക്കെ, ആ ചോദ്യം ക്ലിയർ ആണോ? അടുത്തത്, പൗലോസിൻ്റെ സുവിശേഷം വിജാതീയർക്ക് ഉള്ളതാണെങ്കിൽ സ്ത്രീകൾ സഭയിൽ മൗനമായിരിക്കണം, ഭവനത്തിൽ ചെന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ച് പഠിക്കണം എന്ന് പറയാൻ കാരണമെന്ത്? അച്ചായൻ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോൾ വീണ എന്ന് പറഞ്ഞ മാതിരി ഒരു ചോദ്യമാണിത്. അതായത് പട്ടാളത്തിലെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം ആൾ പാസ്സായി, പക്ഷെ എന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ രാവിലെ മുതൽ വെയിലത്ത് നിൽക്കുക, ഇങ്ങനെ എല്ലാം ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേന് റിസൾട്ട് വന്നു, ആൾ പാസ്സായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനൊരു വെട്ടുണ്ട്, കയ്യിൽ ഇങ്ങനൊരു വെട്ടുണ്ട്, കയ്യലല്ല കാലയല്ല. അന്നേരം ഒരു ചോദിച്ചു, നീ എല്ലാത്തിലും സെലക്റ്റാണ്, പക്ഷേ ഈ കാലിൽ ഈ വെട്ട് എന്താ, അത് കാരണം റിജക്റ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോൾ വീണതാണ്. പുള്ളി വീണതാണെന്നങ്ങ് പറഞ്ഞാൽ മതി, പക്ഷേ അച്ഛനും പട്ടാളക്കാരനാണെന്ന് അറിയിക്കണം. അതിനുവേണ്ടിയിട്ടാണ് പുള്ളി പറഞ്ഞ, അച്ഛൻ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പം ഞാൻ വീണതാണ് എന്ന് പറഞ്ഞ മാതിരി ഈ രണ്ടും കൂടെ ഒരു വിധത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പൗലോസിൻ്റെ സുവിശേഷം വിജാതീയർക്കുള്ളതാണെങ്കിൽ അതും സ്ത്രീകൾ സഭയിൽ മൗനമായിരിക്കണം, ഭവനത്തിൽ ചെന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ച് പഠിക്കണം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളെ പൗലോസ് അപ്പോസ്തലൻ സഭയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് ആണുങ്ങളുടെ മേൽ അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്തുന്ന രീതിയിൽ, അവരെ ഭരിക്കുന്ന രീതിയിൽ സ്ത്രീകളെ പൗലോസ് അപ്പോസ്തലൻ അനുവദിച്ചിട്ടില്ല. വളരെ സ്പഷ്ടമായിട്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അത് പറയുന്നുണ്ട്. പറയുന്നതിന് പല സാഹചര്യങ്ങളും കാരണങ്ങളുമുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, പൗലോസ് അപ്പോസ്തലനെ പോലെ സ്ത്രീകളെ മാനിച്ചിരുന്ന ഒരു അപ്പോസ്തലൻ വേറെ ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ സ്ത്രീകളെ ആദരിക്കുകയും മാനിക്കുകയും തൻ്റെ ശുശ്രൂഷയിൽ അവരെ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന ആളപ്പോൾ. യൂറോപ്പ് എന്ന് പറയുന്നൊരു ഭൂഖണ്ഡത്തിൻ്റെ മുഴുവനും ശുശ്രൂഷ ആരംഭിക്കുന്നത് ലുദിയയുടെ വീട്ടിൽ ആരംഭിച്ച സഭയിൽ നിന്ന്. ലുദിയയുടെ ഭർത്താവല്ല ഇതിന് വന്നത്, ലിഡിയയാണ് ആദ്യം രക്ഷിക്കപ്പെടുന്നത്. ലിഡിയയുടെ വീട്ടിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച സഭയാണ് ഫിലിപ്പിയിൽ അതിനുശേഷം ആ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിൽ മുഴുവനാകുന്നത്. അവിടെ മാത്രം അതിനുശേഷം പോൾ പോയി കഴിഞ്ഞപ്പോൾ താമസിക്കുന്നത് അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും കൂടെ. പ്രിസ്കില്ലയുടെയും അക്വിലാസിൻ്റെ റൂംമേറ്റ് ആയിട്ടാണ് പോൾ താമസിക്കുന്നത്. ഏകദേശം 2.5 വർഷം കോരിന്തിൽ താമസിച്ചിരുന്നത്. അന്നൊക്കെ അവർ ഫുള്ളി പോളിൻ്റെ കൂടെ. പോൾ പിന്നെ അവർക്ക് താങ്ക്സ് ഒക്കെ പറയുന്ന പല ലേഖങ്ങളുണ്ട്. അവിടെയൊക്കെ പറയുന്നത്, എനിക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കാൻ തയ്യാറായി നിന്നിരുന്ന പ്രിസ്കില്ലയെയും അക്വിലാസിനെയും വന്ദനം ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ പോളിൻ്റെ കൂടെ ജീവൻ കളഞ്ഞു നിന്നിരുന്നവരാണ് അവരൊക്കെ. അതുപോലെ നിറയെ സഹോദരിമാരെ കാണുവാനായിട്ട് കഴിയും. നുംഫയുടെ വീട്ടിൽ എഫെസോസിൽ ഒരു ആരാധന പൗലോസ് അപ്പോസ്തലൻ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ അപ്പിയയുടെ വീട്ടിൽ, അപ്പിയ എന്ന് പറയുന്ന ഫിലമോൻ്റെ ഭാര്യയാണ്.
ഫിലമോൻ്റെ വീട്ടിൽ ആരംഭിച്ച സഭയാണ് കൊലോസിയിലെ സഭ. കൊലൂസിയ സഭ എന്ന് പറയുന്നത് ഫിലമോൻ്റെ ഭാര്യ അപ്പിയ എന്ന് പറയുന്നത്. നുംഫയുടെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്നു, അപ്പിയയുടെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്നു. പ്രിസ്കില്ലയും അക്വിലാസും ചേർന്ന് അവിടെ ഒരു ആരാധന ആരംഭിച്ചിരുന്നു. ലിഡിയയുടെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്നു. ജുനിയയുടെ വീട്ടിൽ പോളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പേഴ്സിസ് പോളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഈ സഹോദരിമാരെല്ലാം പോളിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്ന സഹോദരിമാരാണ്. അവരെല്ലാം ശുശ്രൂഷയിൽ മുൻപന്തിയിൽ നിന്നിരുന്നവർ തന്നെയാണ്. മറ്റുള്ള അപ്പോസ്തലന്മാരെന്നുള്ള നിലയിലുണ്ടായിരുന്ന സഹോദരന്മാരെ പോലെ തന്നെ ദൈവം ശക്തമായിട്ട് പൗലോസിൻ്റെ കൂടെ ഉപയോഗിച്ചിരുന്ന സഹോദരിമാരാണ്. അപ്പോൾ തന്നെ അവരെ ചില കാര്യങ്ങളിൽ പോൾ അനുവദിച്ചിരുന്നില്ല. സഹോദരന്മാരുടെ മേൽ, പുരുഷന്മാരുടെ മേൽ അധികാരം നടത്തുവാനായിട്ട് ആരും അധികാരപ്പെടുത്തിയിരുന്നില്ല. അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് വരെ ഉണ്ടായിരുന്നവരുണ്ട്, സഭയിൽ ശുശ്രൂഷിച്ചിരുന്നവരുണ്ട്. ഫേബ, കൊരിന്തിലെ കെങ്ക്രായിലെ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്ന ഫേബ, ഇതെല്ലാം പോളിൻ്റെ കൂടെ ആരാധിച്ചിരുന്നവരും ശുശ്രൂഷിച്ചിരുന്നവരും ശുശ്രൂഷയിൽ തന്നോടൊപ്പം കൈ കൊടുത്തിരുന്നവരുമാണ്. പോള് സഹോദരിമാർക്ക് എതിരായിരുന്നില്ല ഒരിക്കലും. പോൾ പക്ഷെന്നുണ്ടെങ്കിൽ അവരെ പല കാരണങ്ങളാൽ അവരെ ഒരു സഭയുടെ ഇൻചാർജായിട്ട് സഹോദരന്മാരുടെ മേലെ അധികാരം വരുന്ന രീതിയിൽ അനുവദിച്ചിരുന്നില്ല. അതിന് പൗലോസ് അപ്പോസ്തലൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്, ലോകപരമായിട്ടുള്ള പല കാരണങ്ങളും അതിനുണ്ട്. അപ്പോൾ തന്നെ പോൾ ഇവർക്ക് ആർക്കും എതിരല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് അപ്പോസ്തലൻ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്ന മനുഷ്യനാണ്. അടുത്ത ചോദ്യം, അന്യഭാഷയിലുള്ള ആരാധന, അത് ആത്മീക ആരാധന ഇതിനെപ്പറ്റി വിശദീകരിക്കാമോ? വലിയ നീണ്ട ഒരു സബ്ജക്റ്റ്, ഒത്തിരി വിശദീകരിക്കേണ്ടത്, ഞാൻ അതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. അതൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 1-2 എപ്പിസോഡായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് ലോകത്തിൽ വരുന്നത് നമ്മളെ തേടിയല്ല, നമ്മളെ ജാതികളായ നമ്മളെ രക്ഷിക്കുന്ന ഒരു പദ്ധതിയുമായിട്ടല്ല പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരുന്നത് യഹൂദൻ്റെ ഇടയിലേക്ക്, അവരെ ശക്തിപ്പെടുത്താനും അവർക്ക് കൊടുത്തിരുന്ന ഗ്രേറ്റ് കമ്മീഷൻ, ഉലകമെമ്പാടും പോയി സകല ജാതികളെയും രക്ഷിക്കാൻ, അവരുടെ ഇടയിൽ പോയി അവരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നത്. അവരെല്ലാവരും ശക്തി പ്രാപിക്കുന്നതും അഭിഷേകം പ്രാപിക്കുന്നതും അന്യഭാഷയിൽ സംസാരിക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാവ് വരുന്ന അവരുടെ ഇടയിലേക്കാണ്. എന്നാൽ അവർ വീണു പോയതിനു ശേഷം, റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ, അതായത് ഇസ്രായേലിൻ്റെ ഭ്രംശം, അവർ വീണു പോയതിന് ശേഷം, അവരെ പൂർണ്ണമായിട്ട് ആ പദ്ധതി ദൈവം കൈവിട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ മാറുകയാണ്. അതിനുശേഷം ആദ്യം അവർക്ക് അന്യഭാഷ അവർക്ക് കൊടുത്തിരുന്നത്, അവർ സംസാരിക്കുന്നത് ലോകമെമ്പാടും പോയി സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാകണം. ഒരു യഹൂദൻ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചാൽ ഇവിടെ പാർക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകണം. ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുണ്ടായി, മെതിരരെന്ന് പറയുന്നത്, അതായത് മിദ്യാനിൽ താമസിച്ചിരുന്ന യഹൂദന്മാരുടെ ഒരു വലിയ ഗ്രൂപ്പാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്, കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വന്നിട്ടുള്ള മെതിരർ. അവരുടെ സെൻറ്റർ ആക്ച്വലി തമിഴ്നാട്ടിലെ തോമസ് ലീയെ കൊല്ലുന്ന സ്ഥലം ഏതാ? മൈലാപ്പൂർ. ആ മൈലാപ്പൂരിന് അടുത്തായിട്ടൊരു സ്ഥലമാണ്. അതിന് മെതിരർ അവരുടെ ദേശം എന്നാണ്. അതാണ് പിന്നെ മദ്രാസ് ആയതും എന്നാണ് പറയുന്നത്. മെതിരർ വന്ന് താമസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് മെതിരാശി എന്നതിന് പേര് വന്നതെന്ന് സഹിതം നമുക്ക് ചരിത്രമുള്ളൂ ആ വിഷയത്തിൽ. അവിടെ തോമാസ് ലീയ വന്ന് സംസാരിച്ചപ്പോൾ തോമാസ് ലീയ ആ മെതിരർ തന്നെയാണ് കൊല്ലുന്നത്. കാര്യം യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ എന്ത് കാരണത്താൽ കൊന്നോ അതേ കാരണത്താലാണ് തോമാസ് ലീഹായെ യഹൂദന്മാർ അവിടെ വെച്ച് മദ്രാസിൽ വെച്ച് കൊല്ലുവാനായിട്ടിടയായതെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഈ അന്യഭാഷ അവർക്ക് കൊടുത്തിരുന്നത് അവർക്ക് പോയി എല്ലാവരോടും സംസാരിക്കാനാണ്. അതൊരു ചുരുങ്ങിയ കാലയളവിൽ അവർ മുഴുവൻ ഇത് അറിയണം. സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, കർത്താവ് മടങ്ങി വരാൻ പോകും, നമ്മൾ കാത്തിരുന്ന് മശിഹ രാജാവായിട്ട് വരുന്നു, അതിന് മുമ്പായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ, സ്നാനമേൽക്കുവീൻ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ നിങ്ങൾക്ക് അന്യഭാഷ ലഭിക്കും. ഈ സംഗതികളെല്ലാം അവർക്ക് കൊടുത്തിരുന്നതാണ്. അത് അവർക്ക് കൊടുത്തിരുന്ന അനുഗ്രഹമാണ്. എന്നാൽ ആ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ജാതികളായ നമ്മളിലേക്ക് കാര്യങ്ങൾ മാറുകയും ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നൊരു കാലഘട്ടവും ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ പിന്നെ അതിനുശേഷം അന്യഭാഷയുണ്ട്. അത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ആ സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്താനും അത് പ്രസംഗിക്കുവാനും സഭയിൽ വെളിപ്പെടുത്തുവാനും വേണ്ടിയിട്ട്, അതായത് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അവർക്കറിയത്തില്ല, പക്ഷേ അന്യഭാഷയിലാണ്, ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അവരുടെ വായിൽ നിന്ന് വെളി വരും, അത് കേൾക്കുന്നതിന് അറിയത്തില്ല, പക്ഷേ വ്യാഖ്യാനിയുണ്ട്, വ്യാഖ്യാനി അത് വ്യാഖ്യാനിക്കും, അത് വ്യാഖ്യാനിക്കുന്ന സഭയ്ക്ക് മനസ്സിലാകും. അത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സംഗതികളെല്ലാം പൗലോസിൻ്റെ കൂടെ ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ഇവർക്ക് 2 പേർക്കും ഇത് വെളിപ്പെടുക, ഈ കാര്യങ്ങൾ കൂടുതലും പൗലോസിനോട് വെളിപ്പെട്ടതുപോലെ തന്നെ. അതാ എഫേസ്യ ലേഖനം
3 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ തൻ്റെ അപ്പോസ്തലന്മാർക്കും, അതൊന്നും കാണിച്ച പോലെ എഫേസ്യ ലേഖനം 3 അധ്യായം 5 വാക്യം, അവിടെ പറയാ ഈ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഈ സത്യങ്ങൾ സഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ട്. അത് പന്തിരുവർ അപ്പോസ്തലന്മാരല്ല, പഴയ നിയമത്തിലെ പ്രവാചകന്മാരല്ല. ഇവിടെ സഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന, സഭയുടെ ശുശ്രൂഷയ്ക്കായി ദൈവമാക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ഈ 5 ശുശ്രൂഷ സഭയിലാക്കിയിരിക്കുക. അത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉപദേശം എന്താണെന്ന് സഭയ്ക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അത് ആ സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. അത് ലോകത്തിൽ പറഞ്ഞാലും ഒരു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അത് വന്നു കഴിഞ്ഞാൽ അവരതിങ്ങനെ സംസാരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യാഖ്യാനികളുണ്ട്, അത് വ്യാഖ്യാനിക്കും, അതവർക്ക് മനസ്സിലാകും. അത് കേൾക്കുന്നവരെല്ലാം ആത്മാവിൽ നിറയും, അവർ ആത്മാവിൽ ആനന്ദിക്കും, ആരാധിക്കും. അതായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ ആരാധന. അതായിരുന്നു ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവർക്ക് ആ ഇൻഫർമേഷൻ ലഭിച്ചിരുന്നത്. അതാ നിങ്ങൾ ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് പൂർണ്ണമായിട്ട് അവനെ കാണും, അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് ലഭിക്കുമെന്ന് പറയുക. അന്ന് ഈ ഗ്ലാസ് ഇല്ല, ഇതുപോലുള്ള ഗ്ലാസ്സുകൾ, നമ്മൾ മുഖം നോക്കുന്ന ഗ്ലാസ്സുകൾ, കണ്ണാടികളൊന്നുമില്ല. അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു അലോയ്യ, അതിനകത്ത് കൂടെ വേഗമായിട്ട് നമുക്കിതിനെ കാണത്തുള്ളൂ, ഒരു ഏകദേശം ഒരു രൂപമേ നമുക്ക് കാണാൻ കിട്ടത്തുള്ളൂ നമ്മളെ എന്ന് പറഞ്ഞതുമാതിരി അവർക്ക് ആ കാലഘട്ടങ്ങളിൽ കിട്ടിയിരുന്നത് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണ് ഇൻഫർമേഷൻ. ഇന്നത് 13 ലേഖനങ്ങളിൽ കൂടി എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇതാണ് ആ ദൈവിക സഭയുടെ മർമ്മമായിരുന്ന പരിപൂർണമായ ഉപദേശമാണ്. 2 തിമോത്തിയോട് എഴുതി കഴിഞ്ഞപ്പോൾ പോൾ പേന താഴെ വയ്ക്കുക. ഇതിന് ശേഷം വേറെ ഒരു ഉപദേശവും കിട്ടാനില്ല, ഇതിൻ്റെ കൂടെ വേറൊന്നും ചേർക്കാനില്ല, ഇതിൽ നിന്നും വേറൊന്നും കളയാനില്ല. 13 ലേഖനങ്ങളിൽ കൂടി പരിപൂർണമായ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഉപദേശം പൗലോസ് അപ്പോസ്തലൻ കൂടെയും ദൈവമാക്കി വെച്ച അപ്പോസ്തലന്മാരുടെ പ്രവാചകന്മാരുടെ അത് വെളിപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ അംശമായത് മാറിപ്പോവും. മനസ്സിലായോ? ഇതുപോലെ തന്നെ പ്രവചനപരമോ നിന്നുപോവും, ഭാഷാപരമോ നീങ്ങിപ്പോവും. ഇതെല്ലാം നിന്നുപോവും, നീങ്ങിപ്പോവും. ഇന്ന് പ്രവചനപരത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം എന്ത് നടക്കുമെന്നുള്ള ഇതിലൂടെ എഴുതി തന്നിരിക്കുക. ഇനി പ്രവചനപരത്തിൻ്റെ യാതൊരു ആവശ്യവും ഇന്നില്ല. There is absolutely no reason why you need a prophet in the church today. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മോടെ കല്യാണം എന്ന് നടക്കുമെന്ന് അറിയാനോ? അത് സഭയുടെ കാര്യമല്ല, അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയമാണ്. ഇവിടെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. എന്താവശ്യം നിങ്ങൾക്ക് വേണ്ടി ഇനി പ്രവാചകനെ കൊണ്ട്? എന്തറിയണോ അത് മുഴുവൻ ഇതിൽ എഴുതി തന്നിരിക്കുക. 13 ലേഖനത്തിൽ പുള്ളി വിടാതെ ഇതിൽ എഴുതിയിരിക്കുക. ഇനി എന്താ ഇതിൽ കൂടുതൽ അറിയണ്ടേ? കാശുണ്ടാക്കാൻ ഒത്തിരി പേര് പഴയ നിയമത്തിലെ ഉപദേശങ്ങളൊക്കെ എടുത്തിട്ട് കുഴച്ചു മറിച്ച് ഒത്തിരി ഉപദേശങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊന്നും ദൈവസഭയുടെ ഉപദേശമല്ല, ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉപദേശമല്ല. ഇതിൽ കൂടുതൽ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ട് ലോകത്തെ അറിയിച്ചിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു മാർഗമല്ല ഇത്. കംപ്ലീറ്റാണ്. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ദിസ് ഈസ് കംപ്ലീറ്റ്. ഇനി ഇതിനോട് ഒന്നും ചേർക്കാനില്ല, ഇതിനോടൊന്നും കുറയ്ക്കാനുമില്ല. ഇന്ന് നമ്മളിത് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ശരിയായിരുന്നു, ഓഫ് കോഴ്സ് അത് ശരിയായിരുന്നു. ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭാഷയായിരുന്നു. അന്നുള്ളവരെല്ലാം ദൈവം അവരെ എൻകറേജ് ചെയ്തിരുന്നു. നിങ്ങൾ ആത്മാവിൽ സംസാരിപ്പിൻ, ദൈവമായിട്ട് സംസാരിക്കും. ഞാൻ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നു. പോള് പറയുക, നിങ്ങൾ എന്നെ പോലെ തന്നെ ദൈവവുമായിട്ട് സംസാരിപ്പിൻ. അതെല്ലാം ശരിയാണ്. പക്ഷെ അതിൻ്റെ കാലം കഴിഞ്ഞു പോയി. അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പോയി. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തി ക്രിസ്തുവിനോട് ചേർക്കുക. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുതി നമ്മൾ ക്രിസ്തുവിനോട് ചേർക്കുക. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ കൂടി നമുക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുകയായിരുന്നു. മനസ്സിലായോ? നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിൽ നമ്മളെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിലാക്കി തീർക്കുക. ആ ഒരു ചേഞ്ചാണ് വന്നേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് അന്യഭാഷയുടെ ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നില്ല. അന്യഭാഷ ദൈവികമാണോ? ഓഫ് കോഴ്സ് ദൈവികം. ദൈവം കൽപ്പിച്ചിരുന്നു, യെസ്. ബൈബിളിൽ തന്നിരുന്നു. ഈ തിരുവചനം നമുക്ക് ലഭിച്ച 13 ലേഖനങ്ങളും നമുക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ദൈവത്തോട് സംസാരിച്ചിരുന്ന ഭാഷയാണ്, സഭയിൽ സംസാരിച്ചിരുന്ന ഭാഷയാണ്. ബട്ട് ദെയർ ഈസ് ആൻ എൻഡ്. ഇറ്റ് വിൽ കം ടു ആൻ എൻഡ്. വെൻ പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ലഭിച്ചിരുന്ന ഇൻഫർമേഷൻസ് അതെല്ലാം നിന്നുപോകും. ഭാഷാപരമോ നിന്നുപോകും, പ്രവചനപരമോ നീങ്ങിപ്പോവും. കാര്യം അതിൻ്റെ ആവശ്യം പിന്നെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇന്നതില്ല.
കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ അകമ്പടിയോടുകൂടി ഞാൻ ഡീറ്റെയിൽസുകൾ തരാം. പക്ഷേ തന്നെ ഞാൻ 2 എപ്പിസോഡ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, കേട്ട് നോക്കുക. എഫേസ്യ ലേഖനം 1:10 പറയുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേരുന്ന കാലാവസാനത്തെ പദ്ധതി എന്താണ്? സഭ സ്വർഗത്തിലേക്ക് പോകും, പിന്നെ തിരികെ വരില്ല. അതൊക്കെ ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടു പറയേണ്ട വിഷയമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അതായത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകും, റാപ്ചറിൽ. ഞാൻ ആ ചോദ്യത്തോടു കൂടി നിർത്തുക. ഇനിയും വേറെ മറുപടി പറയുന്നില്ല. ചില ചോദ്യങ്ങൾ കൂടെ 1-2 ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. അതിന് അടുത്ത സമയങ്ങളിൽ നമുക്ക് സൗകര്യം ലഭിക്കുമ്പോൾ എപ്പിസോഡുകളായിട്ട് ചെയ്യാം. ഇത് പറഞ്ഞു നിർത്താം. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാല സമ്പൂർണ്ണതയിലെ വ്യവസ്ഥ. കാലമെല്ലാം കഴിയുന്ന ഒരു ദിവസമുണ്ട്. അത് നമ്മൾ റാപ്ചറിൽ ചേർക്കപ്പെടുമ്പോഴല്ല. അതിനുശേഷം ട്രിബുലേഷൻ പീരീഡ് നടക്കും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച നടക്കും. അതിൻ്റെ അവസാനം വെള്ള സിംഹാസനം വിരിക്കും. അന്നാണ് ഈ സ്വർഗവും ഈ ആകാശവും ഭൂമിയും എല്ലാം അഴിഞ്ഞു പോകും, മാറിപ്പോവും, പിന്നെ ഒന്നും കാണത്തില്ല. അതിനെയാണ് പാട്ടുകാരൻ പറയുന്നത്, കാലമെല്ലാം കഴിയും, പിന്നെ കാണുന്നതെല്ലാം അഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അതാണ് ആ സമയത്താണ് മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അത് പുതുവാനഭൂമിയിൽ അല്ലെന്നുണ്ടെങ്കിൽ പുതുഭൂമിയിൽ വാഴുകയാണ്, ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. അത് 12 സിറ്റികളും 12 പട്ടണങ്ങളും 12 തൂണുകളും ഒക്കെ ആയിട്ട് 12 ഗോത്രങ്ങളും 12 പേരുടെ ആ 12 ഗോത്രത്തിൻ്റെ നിത്യത അതിൽ അവർ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മൾ ആ സമയത്ത് സ്വർഗത്തിലായിരിക്കും. ആ സ്വർഗത്തിലായിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ സ്വർഗം, നാം സ്വർഗത്തിലായിരിക്കുന്ന ഒരു സ്വർഗീയ തലമാണ്. അതും ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്ന ആ ഒരു ദൈവം മണവാട്ടിയെ പോലെ അലങ്കരിച്ച് ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്വർഗീയ ഭവനം. ഇത് രണ്ടും 2 തലമാണ്. ഇതിനെയാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ. കൊലോസ്യ ലേഖനം 1:16 കാണിച്ച മുന്നോട്ടുള്ള ബന്ധത്തിൽ കൊലോസ്യ ലേഖനം 1:16 ഈ ഉലകമൊക്കെ എന്തിനാ സൃഷ്ടിച്ചെന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുക. 1:16 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കണ്ട ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എന്ന് പറയുന്നുണ്ടോ? എല്ലായിടത്തും ഒരു 25 റെഫറൻസ് ഞാൻ കാണിക്കാം. ഇത് 2 സ്ഥലവും 2 സ്ഥലങ്ങളിലുള്ള സംഗതികളെയുമായി പറയുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ആര്? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടിച്ചതൊന്നും കർത്താവിന് വേണ്ടി അല്ലാതില്ല. എല്ലാം അവനായിട്ടും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എവറിത്തിങ് വിൽ കം അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ. നാം ആയിരിക്കുന്ന തലങ്ങൾ അന്നും 2 തലങ്ങളായിരിക്കും. അന്നും 2 തലങ്ങളായിരിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ 2 ക്രിസ്തീയ ക്രിസ്റ്റോക്രാസി അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരുന്ന 2 തലങ്ങളായിരിക്കും. അത് 2ഉം നിത്യതയിലും അങ്ങനെ തന്നെ തുടരും. അതാണ് ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. സകലവും അവനായിട്ടും അവൻ മുഖാന്തരം ഉളവായി. അതുകൊണ്ട് തന്നെ സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്ന കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ ഉണ്ടാകും.